പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. ഈ വർഷത്തെ ഭഗവത്ഗീത നമുക്ക് 9ാമത്തെ അധ്യായമാണ്. രാജവിദ്യ രാജഗുഹ്യയോഗം എന്ന പേരോടുകൂടിയ അധ്യായം. കഴിഞ്ഞ വർഷം 8ാമത്തെ അധ്യായം നമ്മൾ കണ്ടു. 9ാമത്തെ അധ്യായം ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളിലെ നടുവിലുള്ള അധ്യായമാണല്ലോ. 18ന്റെ നടുക്ക് ഉള്ളതാണ്. ഹൃദയസ്ഥാനത്തിലുള്ളതാണ്. ഈ അധ്യായം പല കാരണങ്ങളാലും ഗീതയിൽ ഏറ്റവും വിശിഷ്ടമായ അധ്യായങ്ങളിൽ പെട്ട ഒന്നാണ്. ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ശ്ലോകങ്ങൾ ഈ അധ്യായത്തിൽ വരുന്നതാണ്. അതും സാരതമമായ ശ്ലോകങ്ങൾ. നമ്മളുടെ ധർമ്മത്തില് അനേക വിഷയങ്ങള്, ശാസ്ത്രങ്ങള് അനേകമുണ്ട്. പഠിക്കാനെന്ന് പറഞ്ഞ് ആരംഭിച്ചാൽ അവസാനിക്കാതെ ധാരാളം ശാസ്ത്രങ്ങളുണ്ട്. അതുപോരാതെ വരുന്ന ആചാര്യന്മാരൊക്കെ അവരുടേതായ അനുഭവങ്ങളെ വീണ്ടും വീണ്ടും എഴുതി വെക്കണുണ്ട്. ഈയിടെ ഒരാൾ ചോദിക്കുകയുണ്ടായി, ഞങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്ന്. പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഈ ചോദ്യം ചോദിക്കാം. പഠിച്ചു കഴിഞ്ഞ് അവസാനം ഞാനീ ഈ ചോദ്യം തന്നെയാ ചോദിക്കുന്നത്. കിം പഠനീയം കിം അപഠനീയം രേ രേ സർവം ബ്രഹ്മമയം എന്ന് സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ പാടി. കിം പഠനീയം, എന്താ പഠിക്കാനുള്ളത്? ശങ്കരാചാര്യരോടടുത്ത് പറഞ്ഞു, അവിജ്ഞാതേ പരേ തത്വേ ശാസ്ത്രാധീതിസ്തു നിഷ്ഫല. വിജ്ഞാതേപി പരേ തത്വേ ശാസ്ത്രാധീതിസ്തു നിഷ്ഫല. പരമാത്മതത്വത്തിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ശാസ്ത്രാധ്യയനം നിഷ്ഫലാണ്. പരമാത്മതത്വത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രാധ്യയനം നിഷ്ഫലാണ്. അപ്പൊ പിന്നെ ശാസ്ത്രാധ്യയനം എന്തിനാണ് എന്ന് വെച്ചാൽ, ഭഗവത് തത്വജ്ഞാനമാണ് ലക്ഷ്യം എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ ശാസ്ത്രാധ്യയനം നിഷ്ഫലാണ്. അതാണ് ആദ്യത്തെ അർത്ഥം. ശാസ്ത്രാധ്യയനം, ശാസ്ത്രത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ശാസ്ത്രം ആത്മാവിനെ കാണാനുള്ള ഒരു കണ്ണാടി മാത്രമാണ്. കണ്ണാടിയിൽ നോക്കണമെങ്കിൽ കണ്ണ് വേണം. അതുപോലെ ശാസ്ത്രത്തിൽ നോക്കണമെങ്കിൽ വിവേകം വേണം. ഇല്ലെങ്കിൽ കണ്ണ് ഇല്ലാത്തവന്റെ മുമ്പിൽ കാണിച്ച കണ്ണാടി പോലെയാവും ഏത് ശാസ്ത്രവും. യസ്യ നാസ്തി സ്വയം പ്രജ്ഞ ശാസ്ത്രം തസ്യ കരോതി കിം ലോചനാഭ്യാം വിഹീനസ്യ ദർപ്പണഃ കിം കരിഷ്യതി. യസ്യ നാസ്തി സ്വയം പ്രജ്ഞ, ആർക്കാണോ സ്വയമേവ പ്രജ്ഞ തെളിയാത്തത്, ശാസ്ത്രം തസ്യ കരോതി കിം, അയാൾക്ക് ഇപ്പൊ ശാസ്ത്രം കൊടുത്തിട്ട് എന്ത് കാര്യം?
ലോചനാഭ്യാം വിഹീനസ്യ, കണ്ണില്ലാത്തവന് ദർപ്പണഹ്യം കരിഷ്യതി, കണ്ണാടി എന്ത് ചെയ്യും? അന്ധന് കാട്ടിയ കണ്ണാടി പോലെ എന്ന് ഹരിനാമകീർത്തനം. അപ്പോ എന്ത് ശാസ്ത്രവും, അധ്യാത്മശാസ്ത്രം ആത്മജ്ഞാനത്തില് സമന്വയിക്കണമെന്നാണ്. എന്നുവെച്ചാൽ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഈ ശാസ്ത്രത്തിൽ പ്രവേശിക്കണതെന്ന് അറിയണം. ഇല്ലെങ്കിൽ ചിലരൊക്കെ 10ാം ക്ലാസ്സിൽ കഷ്ടിച്ച് പാസ്സായിട്ട് വേറെ ഒന്നിനും അഡ്മിഷൻ കിട്ടാതാവുമ്പോ സംസ്കൃതത്തിന് അഡ്മിഷൻ കിട്ടിയിട്ട് വരും. അതിൽ കഷ്ടിച്ചൊന്ന് പാസ്സായിട്ട് എന്താ സ്പെഷ്യൽ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അവർക്കൊന്നും അറിയില്ല. വേദാന്തം എടുത്താലോ എന്ന് ചോദിച്ചാൽ എന്നാ ആയിക്കോട്ടെ എന്നത്. അങ്ങനെ വേദാന്തം എടുത്തു. അവരും പഠിക്കുന്നുണ്ട് വേദാന്തം. ചിലപ്പോ അവർക്കൊരു വാശി കയറി അവരും നല്ലവണ്ണമൊക്കെ പഠിച്ചു എന്നൊക്കെ വരാം. പക്ഷെ ആ വേദാന്ത പഠനം സ്വാനുഭവത്തിനോ ഒരു വിധത്തിലും പ്രയോജനപ്പെടില്ല. അല്ലെ? ഇപ്പോ എല്ലാവരും മെഡിക്കൽ എൻട്രൻസ് എഴുതുന്നത് വാസ്തവത്തിൽ മെഡിക്കൽ സയൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടാണോ? വെറും വാനിറ്റി മാത്രമാണ്. അല്ലേ? അതുകൊണ്ടാണ് പ്രയോജനപ്പെടാത്തത്. ഒറിജിനൽ ഇന്റലിജൻസ് ഇല്ല അതിന് പുറകില്. എപ്പോഴും നമുക്ക് ആ വ്യവസായാത്മിക ബുദ്ധി, അത് നമുക്ക് ലക്ഷ്യമാവുമ്പോഴേ ആ വിഷയത്തിൽ ഒറിജിനൽ ഇന്റലിജൻസ് വരുള്ളൂ. അല്ലെങ്കിൽ വരില്ല. പാചകത്തില് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവര് പുതിയതായിട്ട് പാചകത്തില് പ്രവേശിച്ചുകൊണ്ടിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതൊരു ഉത്സാഹം ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും. അല്ലെങ്കിൽ അതൊരു തലയിലെഴുത്തായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് വെറുത്തുകൊണ്ടേ ചെയ്യും. അത് ഒരിക്കലും ഒരു പുതുമയും അതിലുണ്ടാവില്ല. ഏത് കാര്യം അതുപോലെ തന്നെ. അതേപോലെയാണ് അധ്യാത്മം. അധ്യാത്മത്തിലും ലക്ഷ്യം നമുക്ക് നമ്മളുടെ മുമ്പിലുണ്ടെങ്കിൽ, ആത്മജ്ഞാനം എന്നുള്ള ലക്ഷ്യം നമ്മളുടെ മുമ്പിലുണ്ടെങ്കിൽ, അത്യന്ത സംസാര ഉപരമഃ എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ ഭഗവത്ഗീതയ്ക്ക് കമന്ററി എഴുതുമ്പോ, ഭാഷ്യം എഴുതുമ്പോ ആദ്യം തന്നെ പറയണത് അസ്യ ഗീതാശാസ്ത്രസ്യ പരമം പ്രയോജനം സംസാരസ്യ അത്യന്ത ഉപരമഃ. സംസാരം എന്ന് വെച്ചാൽ ദുഃഖം എന്നർത്ഥം, വേറൊന്നുമില്ല. ദുഃഖത്തിന്റെ അത്യന്തമായ നിശേഷമായ ഇല്ലായ്മ, അജ്ഞാനത്തിനെ ഇല്ലാതാക്കുക. സഹേതുകസ്യ സംസാരസ്യ, ഈ സംസാരത്തിനുള്ള ഹേതു അജ്ഞാനാണ്. അപ്പൊ ആ അജ്ഞാനം നീക്കി നമുക്ക് ജ്ഞാനത്തിനെ പ്രകാശപ്പെടുത്തി തരിക എന്നുള്ളതാണ് അധ്യാത്മശാസ്ത്രത്തിന്റെ ലക്ഷ്യം. അങ്ങനെ ഇരിക്കുമ്പോ എന്ത് പുസ്തകമാണ് പഠിക്കേണ്ടത് എന്ന് ചോദിക്കുന്ന ആളുകളോട് ഏകം ശാസ്ത്രം, ഒരേ ഒരു ശാസ്ത്രം മതി. പഴയ കാലത്ത് ഈ പുസ്തകം പഠിക്കുന്ന സ്വഭാവമേ നമ്മളുടെ സമ്പ്രദായത്തിലില്ല. പുസ്തകങ്ങളൊന്നും ഉപലഭ്യവുമായിരുന്നില്ല. ആരുടെടുത്തെങ്കിലും ഒരു ഓലച്ചുവടി ഉണ്ടാവും, അയാളുടെ അടുത്ത് പോയി ആ ശാസ്ത്രം പഠിച്ചിട്ട് വരും, അത്രയേ ഉള്ളൂ. അല്ലാതെ പുസ്തകമൊന്നും ആരുടെ അടുത്ത് ഉണ്ടാവില്ല. പഠിച്ച ആളുകളുടെ വീട്ടിൽ പോലും പുസ്തകമൊന്നും ഉണ്ടാവില്ല. അവര് തന്നെ പിന്നെ പഠിച്ചതൊക്കെ എഴുതി വെക്കണം. അപ്പൊ പഠിക്കുക എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് ധാരാളം. അതിപ്പോ ഇന്റർനെറ്റ് വന്നതോടുകൂടെ എന്ത് വേണമെങ്കിലും കിട്ടുന്നായി. ഗീത, ഭഗവത്ഗീത എന്ന് അടിച്ചാൽ മതി, എത്ര കമന്ററി ഉണ്ടോ അതൊക്കെ കിട്ടും, കാണാം. എന്തൊക്കെ ഉണ്ടോ അതിനകത്ത് എല്ലാ കുപ്പയും വരും. എന്നിട്ട് അത് കുറെ നോക്കിക്കഴിഞ്ഞാൽ തലയ്ക്ക് നല്ല സൂക്കേട് പിടിച്ച് സാമാന്യ ചിന്താശക്തി പോലും മനുഷ്യനില്ലാതായിട്ട് തീരും. അതാണ് അതിന്റെ പ്രയോജനം. അല്ലാതെ ആത്യന്തിക സംസാരസ്യ ഉപരമഃ അല്ല, ശാന്തിയല്ല, നിവൃത്തിയല്ല, ജ്ഞാനമല്ല. ഉള്ള ഇന്റലിജൻസ് മുഴുവനും പോയി മന്ദബുദ്ധികളായിട്ട് തീരും. സർവാലംബ പരിത്യാഗം. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പുസ്തകം തുറക്കാൻ പാടില്ല. നിങ്ങൾ ശരിക്കും ഒരു പുസ്തകം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരവസ്ഥ കഴിഞ്ഞാൽ നിങ്ങൾ പുസ്തകത്തിനെ ആശ്രയിക്കുന്നത് വിടും. പുറത്തു നിന്നും അറിവ് ശേഖരിക്കുന്നത് നിങ്ങൾ നിർത്തും.
പുറത്തു നിന്നും ഒരു അറിവ് നിങ്ങൾ സ്വീകരിക്കില്ല. കാരണം അറിവ് എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വരൂപമാണ്. പുറത്തു നിന്നും ഒരു അറിവ് നമ്മൾ ഉള്ളിലേക്ക് എടുത്താൽ ആ അറിവാണ് വികല്പം എന്ന് പേര്. എന്നുവെച്ചാൽ ഇപ്പൊ ഒരു ആന്റിബോഡി എന്ന് പറയില്ലേ, അതാണ് തോന്നുന്നു അതിന് പേര് അല്ലെ. പുറത്തുനിന്നൊന്ന് വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ ഇരുത്താൻ സമ്മതിക്കാതെ ഉള്ളിലുള്ളത് അതിനെ പിടിച്ച് പുറത്തേക്ക് തള്ളില്ലേ, ഫിസിക്കൽ ലെവൽ, അതല്ലേ പേര്. പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ കടന്നാൽ ശരീരത്തിന്റെ ഉള്ളിലുള്ള ബാക്ടീരിയ അതിനെ പിടിച്ച് പുറത്തേക്ക് തള്ളണ പോലെ, അതേപോലെ തന്നെ നാച്ചുറൽ ഇന്റലിജൻസ് ഉള്ളിലുണ്ടെങ്കിൽ പുറമേ നിന്നും ഒരു അറിവ് നമ്മൾ സ്വീകരിക്കില്ല. കാരണം ഇന്റലിജൻസ്, അറിവെന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വരൂപമാണ്. അത് ആർക്ക് തെളിഞ്ഞിട്ടുണ്ടോ അവന്റെ വ്യക്തിത്വം തന്നെ അറിവാണ്. അവന്റെ വ്യക്തിത്വം പേഴ്സണാലിറ്റി അല്ല. ഋതംഭരാ തത്ര പ്രജ്ഞ എന്നാണ് പതഞ്ജലി യോഗസൂത്രം. അവന്റെ പ്രജ്ഞ സത്യം കൊണ്ട് നിറഞ്ഞിരിക്കണമെന്നാണ്. അവന്റെ അനുഭവമണ്ഡലം, അറിവ് എന്ന് പറയുന്നത് അവന് ഒരു ചിത്തവൃത്തിയല്ല. അറിവ്, നോളജ് ഈസ് നോ മോർ എ തോട്ട് വേവ്, ബട്ട് നോളജ് ഈസ് എ ലിവിംഗ് തിങ്. ഇറ്റ് ഈസ് എ ഫ്ലെയിം. ഒരു അഗ്നി പോലെയാണത്. എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അതിൽ നിന്നും അപ്പപ്പോ പുറത്തേക്ക് വന്നോളും. അയാൾക്ക് റെഡിമെയ്ഡായിട്ട് ഒന്നും ശേഖരിച്ചു വെക്കേണ്ട ആവശ്യമില്ല. റെഡിമെയ്ഡായിട്ട് അവിടെ ഒന്നും ഫീഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് എന്ത് വേണോ അത് അപ്പൊ വന്നോളും. നോക്കുക, അത് മൃഗങ്ങളിൽ പോലും ഇൻസ്റ്റിങ്ക്റ്റീവ് നോളജ് മൃഗങ്ങളിൽ പോലും ഉണ്ട്. എന്തെങ്കിലും വയറ്റിന് സൂക്കേട് പിടിച്ചു കഴിഞ്ഞാൽ ഈ നായ അവിടെ ഇവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ മുത്തങ്ങ ചെടിയോ കറുകയോ എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് 2 ദിവസം പച്ചവെള്ളം പോലും കുടിക്കാതെ കിടക്കണത് കാണാം. ആര് പഠിപ്പിച്ചു ഈ നായ്ക്ക്? പ്രകൃതി വേണമെങ്കിൽ സമയത്തില് അറിവ് തരും. പക്ഷെ പ്രകൃതിയിൽ നമുക്ക് ട്രസ്റ്റ് ഇല്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ മനസ്സിനെ ആശ്രയിച്ചു തുടങ്ങിയതോടുകൂടെ തന്നെ പ്രകൃതിയിൽ നിന്ന് സെപ്പറേറ്റ് ആയി. ഇപ്പോ അധ്യാത്മവിദ്യ എന്ന് പറയുമ്പോൾ രാജവിദ്യ എന്നാണ് ഈ അധ്യായത്തിൽ നമ്മൾ പറയാൻ പോണത്. വിദ്യകളുടെയൊക്കെ രാജാവ് എങ്ങനെ വേറെ ഒരാളെയും ആൾക്കും വഴങ്ങിക്കൊടുക്കില്ലയോ. രാജശബ്ദത്തിന് അർത്ഥം പ്രകാശിക്കുക എന്നാണ് അർത്ഥം. രാജ് എന്ന് വെച്ചാൽ പ്രകാശനെ, പ്രകാശിക്കുക എന്നാണ് അർത്ഥം. രോചമാന, പ്രകാശിക്കണ ഒരു വിദ്യ. ഈ വിദ്യയുടെ സ്വരൂപം എന്താന്ന് വെച്ചാൽ ബാക്കി ഒരു വിദ്യയും അത് ഇരുത്തില്ല. ഈ വിദ്യ വരണവരെ ബാക്കിയുള്ളതിനൊക്കെ വിദ്യ എന്നുള്ള പേര് നിലനിൽക്കും. ഈ വിദ്യ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള വിദ്യകളൊക്കെ തന്നെ അവാസ്തവമായിട്ട് തള്ളിക്കളയപ്പെടും. ഒരാളെ നേരിട്ട് കാണുന്നതിനും അയാളുടെ ഫോട്ടോ കാണുന്നതിനുമുള്ള വ്യത്യാസമാണത്. ഫോട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര കാലം വേണം? നേരിട്ട് ഒരാൾ വരണവരെ അല്ലേ. നേരിട്ട് അതേ വ്യക്തി വന്നു കഴിഞ്ഞാൽ പിന്നെയും ഫോട്ടോ വെച്ചുകൊണ്ടിരിക്കുവോ? അതേപോലെ ബാക്കിയുള്ള വിദ്യകളൊക്കെ തന്നെ ഒരു തൽക്കാലം മാത്രമാണ്. ഈ വിദ്യ, ഈ രാജവിദ്യ എപ്പോ ഉള്ളിൽ പ്രകാശിച്ചുവോ അപ്പോ ബാക്കി വിദ്യകളൊക്കെ അതിനകത്ത് വിഴുങ്ങപ്പെടും. ഇറ്റ് വിൽ സ്വാളോ. അപ്പോ ഈ വിദ്യ നമ്മൾ ആദ്യം തന്നെ ഇപ്പോ ഇൻട്രൊഡക്ഷൻ, ആത്യന്തികാഹ സംസാരസ്യ ഉപരമഃ എന്ന് പറഞ്ഞു. ശോകത്തിന് നിശേഷം നീക്കുന്ന ഒരു വിദ്യ, അതിനെയാണ് രാജവിദ്യ എന്ന് പറയുന്നത്. അത് തന്നെ ബ്രഹ്മവിദ്യ. ആ ബ്രഹ്മവിദ്യ ഗുഹ്യമാണെന്നും ഭഗവാനോട് പറഞ്ഞു. ഗുഹ്യം എന്ന് വെച്ചാൽ രഹസ്യം. രഹസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രഭാഷണത്തിൽ മൈക്ക് വെച്ചുകൊണ്ടൊക്കെ പറയാവോ? എന്നുവെച്ചാൽ രഹസ്യം എന്ന് വെച്ചാൽ ഉപനിഷത്ത് എന്നുള്ള വാക്കിനും രഹസ്യം എന്നാണ് അർത്ഥം. ഉപനിഷത്ത് എന്നുള്ളതിന് നിരുക്തകാരന്മാർ പറഞ്ഞിരിക്കുന്ന ഒരർത്ഥം രഹസ്യം എന്നാണ്. രഹസ്യം എന്നാണ്. അപ്പൊ രഹസ്യം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഗുഹായാം സ്ഥിതം.
ഹൃദയമാവുന്ന ഗുഹയില് ഇരിക്കണ വിദ്യ. ഈ വിദ്യയുടെ വിശേഷണം എന്താ? സർവവിദ്യാ പ്രതിഷ്ഠ. എല്ലാ വിദ്യയ്ക്കും ഇത് ആശ്രയഭൂതമായ വിദ്യയാണ്. ബാക്കിയുള്ള വിദ്യകളൊക്കെ തന്നെ നിങ്ങളെ ഈ വിദ്യയിലേക്ക് നയിക്കണം. ഈ വിദ്യയോ അവസാനം നമുക്ക് ആശ്രയിക്കേണ്ടി വരും. ബാക്കിയുള്ള വിദ്യകളെയൊക്കെ വിട്ടിട്ട് ഈ വിദ്യയെ ആശ്രയിക്കേണ്ടി വരും. ഈ വിദ്യ എനിക്ക് എന്ത് നേടിത്തരും? അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം എന്നൊക്കെ വേദാന്തികൾ പറയും. അപ്പൊ പ്രയോജനം, ഈ വിദ്യ കൊണ്ട് എനിക്ക് എന്താ പ്രയോജനം? ഇപ്പൊ ലോകത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ എന്തെങ്കിലുമൊക്കെ ആവും അല്ലെ? അതിനു വേണ്ടിയാണല്ലോ ഇപ്പോ നമ്മൾ പഠിക്കണത്. പ്രയോജനം, ഫലം. എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആവും. ഈ ആയിത്തീരാനുള്ള ഒരു വിശപ്പ് നമ്മളുടെ ഉള്ളിലുണ്ട്. ആ വിശപ്പ് തീർക്കാനാണ് ഈ ഗണപതി കുബേരന്റെ വീട്ടിൽ പോയ പോലെ എന്തൊക്കെയോ തിന്നു നോക്കണത് നമ്മൾ. നിങ്ങൾ കേട്ടിട്ടില്ലേ? കുബേരൻ ഊണ് കൊടുക്കാൻ വേണ്ടി ഗണപതിയെ വിളിച്ചോണ്ട് പോയി. കുബേരൻ പാചകം ചെയ്ത് വെച്ചത് മുഴുവൻ ഗണപതി തിന്നു. കുബേരന്റെ സ്വത്ത് മുഴുവൻ വിഴുങ്ങിയത്രേ. എന്നിട്ടും വിശപ്പ് തീർന്നില്ല എന്നാണ്. അവസാനം ശിവൻ, പരമശിവൻ വന്നിട്ട് ഒരു പിടി അവല് കൊടുത്തപ്പോ ആ വിശപ്പൊക്കെ തീർന്നു എന്നാണ് ഒരു കഥയുണ്ട്. ഇത് വളരെ സിംബോളിക് ആയിട്ടുള്ള ഒരു കഥയാണ്. നമ്മളുടെ വിശപ്പാണ്. ഗണപതിയുടെ പോലെ പെരുത്ത വയറ് നമ്മളുടെ ഹൃദയത്തിൽ ഒരു വലിയ വയറുണ്ട്. ഹൃദയത്തിനകത്താണ് ആ വയറെന്ന് മാത്രം, അതുകൊണ്ട് പുറത്തൊന്നും കാണാനില്ല. അവിടെ ഭയങ്കര വിശപ്പാണ്. ആ വിശപ്പ് തീർക്കാനാണ് പേരും പ്രസിദ്ധിയും പണവും സൗന്ദര്യവും വീടും നാടും ജാതിയും മതവും എല്ലാം ശ്രമിച്ചു നോക്കണത്, മാറ്റിയും മറിച്ചും ഒക്കെ നോക്കണത്. ആ വിശപ്പ് എങ്ങനെയെങ്കിലുമൊക്കെ തീരുമെന്നാണ്. അതിലാണ് വിദ്യയും പ്രയോഗിച്ചു നോക്കണം. നമ്മളുടെ കൂട്ടിക്കഴിക്കണ പല സാധനങ്ങളിൽ ഒന്നാണ് അറിവെന്ന് പറയണത്. പണം തിന്നു നോക്കണു, പേരും പ്രസിദ്ധിയും തിന്നു നോക്കണു, സാധാരണ മനുഷ്യനായിട്ടിരിക്കുന്നതിന് പകരം ഫേമസ് ആയിട്ട് നോക്കണു. ഇതൊക്കെ ഒരു ഭ്രമാണ്, ഒരു ഇല്യൂഷൻ. ഈ ദൂരത്ത് നിന്ന് മരുഭൂമിയിൽ വെള്ളം കാണുന്ന പോലെ, അടുത്ത് ചെന്ന് നോക്കുമ്പോൾ വെള്ളം ഇല്ല എന്ന് കാണുന്ന പോലെ പലതും ചെയ്ത് നോക്കാണ്. ഞാനിപ്പോ ഒന്നും അറിയപ്പെട്ടിട്ടില്ല, ഈ കൊച്ചിയിൽ മാത്രമേ അറിയപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ലോകം മുഴുവൻ അറിയപ്പെടണം. അതിനെന്താ? സംഗീതത്തിൽ വലുതാവുക പറ്റിയില്ല. അപ്പൊ ചിത്രം വരച്ചു നോക്കുക, അതും പറ്റിയില്ല. അപ്പൊ രാഷ്ട്രീയത്തിലൊന്ന് കളിച്ചു നോക്കുക, അതും എല്ലാം പരാജയപ്പെട്ട അവസാന അധ്യാത്മം. അധ്യാത്മ പ്രഭാഷണം അതിൽ സേഫാണ്. എന്താന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിൽ വിളിച്ചു പറയാം. വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, വളരെ വിചിത്രമായ എന്തൊക്കെയോ മതമൊക്കെ പറഞ്ഞു അത്രയാണ്. അയാൾ നിങ്ങൾ ഇന്ത്യയിലേക്ക് വരൂ, നിങ്ങൾക്ക് ആളെ കിട്ടും. അയ്യോ, നിങ്ങൾ പറയണു ഞാൻ പറയണതൊക്കെ അസംബന്ധമാണ് പറയണു, പിന്നെ എന്തിനാ ഇന്ത്യയിൽ വിളിക്കണത്? അല്ല, നിങ്ങൾ എന്ത് അസംബന്ധം പറഞ്ഞാലും 4 പേരെങ്കിലും നിങ്ങൾക്ക് കിട്ടും, ഞങ്ങൾ ആരെയും വെറുതെ വിടില്ല. എന്തൊക്കെയോ ശ്രമിച്ചു നോക്കുകയാണ് അല്ലേ? ആണും പെണ്ണും ഒക്കെ മാറി നോക്കുകയാണ്. ഇപ്പോഴൊക്കെ നിങ്ങളൊക്കെ ഈ ഗീതാ പ്രഭാഷണം കേൾക്കാൻ ഇത്രയൊക്കെ മെനക്കെട്ട് ഈ മഴയത്ത് വന്നിരിക്കുന്നതും അതൊക്കെയാണ് കാരണം. എന്തോ ഒരു വിശപ്പ്, എന്തോന്ന് തീരുമോ നോക്കുകയാണ് നമ്മള്, എന്തോ ആയിത്തീരാൻ പറ്റുമോ നോക്കുകയാണ്, എന്തെങ്കിലും ആവാൻ സാധിക്കുമോ നോക്കുകയാണ്. അതിനാണ് ലോകത്തിലുള്ള വിദ്യയൊക്കെ. അപ്പൊ ഈ ബ്രഹ്മവിദ്യ എന്നെ എന്താക്കും? MBBS പഠിച്ചാൽ ഡോക്ടറാവും, എഞ്ചിനീയറിംഗ് പഠിച്ചാൽ എഞ്ചിനീയർ ആവും, മ്യൂസിക് പഠിച്ചാൽ മ്യൂസീഷ്യൻ ആവും, വേറെ എന്തെങ്കിലുമൊക്കെ ആർട്ടാണെങ്കിൽ ആ ആർട്ടിസ്റ്റ് ആവും, എന്തെങ്കിലുമൊക്കെ ആവും നമ്മള്. ഇപ്പൊ ഈ വിദ്യ പഠിച്ചപ്പോ എന്താവും? അഷ്ടാവക്ര സംഹിതയിൽ ഒരു ശ്ലോകമുണ്ട്. എനിക്കിപ്പോ ശ്ലോകം ശരിക്കും ഓർമ്മ വരുമോന്ന് അറിയില്ല. പ്രാജ്ഞ ജനോദ്യോഗം ജനം
വാഗ്മി പ്രാജ്ഞ ജനോദ്യോഗം ജനം മൂകജടാലസം കരോതി തത്വബോധോയം അതസ്ത്യക്തോ ഭുഭുക്ഷുഭിഹി എന്നൊരു ശ്ലോകം. നിങ്ങളിത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ നിങ്ങൾ വരില്ല. അഷ്ടാവക്രം പറയുന്നത് ഈ ബ്രഹ്മവിദ്യ ബാക്കിയുള്ള വിദ്യകളൊക്കെ നമ്മളെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കും. ഈ വിദ്യ അത്യപകടം പിടിച്ചൊരു വിദ്യയാണ്. ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വാഗ്മി പ്രാജ്ഞ ജന ഉദ്യോഗം. ഇവൻ നല്ല വാഗ്മിയായിട്ടിരുന്നവൻ, നല്ലവണ്ണം വർത്തമാനം പറയാൻ അറിയണവൻ, പ്രാജ്ഞ നല്ല ബുദ്ധിശാലിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നവൻ, ലോകത്തിൽ നല്ലവണ്ണം പ്രവർത്തിച്ചുകൊണ്ടിരുന്നവൻ പെട്ടെന്ന് വായടച്ചുപോയി, ഒന്നും മിണ്ടില്ല. പലവിധ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നവൻ ഇപ്പൊ ഒന്നും മനസ്സിലാക്കാത്തവനെ പോലെ ബുദ്ധിയൊക്കെ നിശ്ചലാക്കിയിട്ടിരിക്കണം. നല്ല ഉദ്യോഗശാലി, എന്തൂസിയാസ്റ്റിക് ആയിട്ടിരുന്ന ആള്, എന്റർപ്രൈസിംഗ് ആയിട്ടിരുന്ന ആള് ഇപ്പോ അതൊക്കെ വിട്ടിരിക്കണമെന്ന്. ഇതൊരു തരത്തിൽ നിന്ദാസ്തുതി എന്ന് പറയും. വാസ്തവത്തിൽ നിന്ദയല്ല, അങ്ങനെയൊക്കെ തോന്നണമെന്നർത്ഥം. അങ്ങനെയൊക്കെ ആണ് ഈ വിദ്യ ഒരാളെ ആക്കണത്. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ബുഭുക്ഷുഭിഹി ത്യക്തഹാണ്. ബുഭുക്ഷു എന്ന് വെച്ചാൽ മുമുക്ഷു നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? മുമുക്ഷു എന്ന് വെച്ചാൽ മോക്ഷത്തിൽ ഇച്ഛയുള്ളവൻ. ബുഭുക്ഷു എന്ന് വെച്ചാൽ ശാപ്പാടിൽ ഇച്ഛയുള്ളവൻ. എന്നോട് കുട്ടിക്കാലത്ത് ധാരാളം പേര് ചോദിച്ചിട്ടുണ്ട്, ഇത് ഇപ്പൊ കാണുന്ന പോലെയൊന്നുമല്ല. അപ്പോ എവിടെയെങ്കിലുമൊക്കെ മൂലയ്ക്ക് ചെന്ന് അമ്പലത്തിലും അവിടെ ഇവിടെയൊക്കെ ഇരിക്കണത് കണ്ടിട്ട് നാട്ടുകാരും ഒക്കെ ചോദിക്കും, ഈ എപ്പ നോക്കിയാൽ ഈ ഭഗവത്ഗീതയും ഉപനിഷത്തും ധ്യാനവും ഊണ് കഴിക്കണ്ടേ? നമുക്കൊക്കെ ഊണ് കഴിക്കണമെങ്കിൽ വല്ലതൊക്കെ ചെയ്യണ്ടേന്ന്. അപ്പൊ ഊണ് കഴിക്കലാണ് ജീവിതത്തിന്റെ ഒരു പ്രയോജനം. പണ്ട് ഒരു സിദ്ധൻ ഒരു ഊട്ടുവരയിൽ കയറി. കുറെ ആളുകൾ ഇരിക്കണം, ഇലയൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ആളോട് ചോദിച്ചു, എന്തിനാ ഇരിക്കണത് ചോദിച്ചു. ഉണ്ണാൻ. അപ്പൊ രണ്ടാമത്തെ ആളോട് ചോദിച്ചു, എന്തിനാപ്പാ ഇരിക്കണത്? ഇയാൾ പറഞ്ഞ് കേട്ടിട്ടില്ലായിരിക്കും വിചാരിച്ചു, ഉണ്ണാൻ. മൂന്നാമത്തെ ആളോട് ചോദിച്ചുമ്പോഴേക്ക് ദേഷ്യം വന്നു, എന്തായേ കളിയാക്കുകയാണോ? കണ്ടാ അറിയില്ലേ? ഉണ്ണാനാണോ ചോദിച്ചു. അതെ. ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ഒരാൾ മാത്രം അതിന്റെ നടക്ക് ചോദിച്ചപ്പോ പറഞ്ഞു, ഇരിക്കാൻ ഉണ്ണണോന്ന് പറഞ്ഞു. അപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് വ്യത്യാസം മനസ്സിലായത്. ഉണ്ണാനായിട്ട് ഇരിക്കുകയാണ്. ഉണ്ണാനിരിക്കുന്നതിനും ഇരിക്കാൻ ഉണ്ണുന്നതിനുള്ള വ്യത്യാസം. ജീവിക്കാൻ വേണ്ടി ഊണ് കഴിക്കല്ല, ഊണ് കഴിക്കാൻ വേണ്ടി ജീവിക്കാണ്. ബുഭുക്ഷു എന്ന് വെച്ചാൽ അതാണ് അർത്ഥം. ഊണ് കഴിക്കാന്ന് വെച്ചാൽ വായ കൊണ്ട് ഊണ് കഴിക്കൽ മാത്രമല്ല, ഇന്ദ്രിയങ്ങൾ കൊണ്ടൊക്കെ ആഹാരം തന്നെയാണ്. അപ്പൊ ലോകത്തിലുള്ള ജീവിതം കൊതിച്ചുകൊണ്ടിരിക്കണവൻ അയാൾക്ക് ഈ വേദാന്തത്തിനോട് ഭയാണ്. എന്താന്ന് വെച്ചാൽ ഉത്സാഹമായിട്ടുള്ളവന്റെ ഉത്സാഹം കെടുവരുത്തുക, വർത്തമാനം പറയണവൻ മൂകനെ പോലെ ആയിത്തീരുക, പല കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണവൻ മനസ്സിലാക്കണതിൽ രുചിയില്ലാതാവുക. ഇങ്ങനെയുള്ള ഈ ലക്ഷണങ്ങൾ, സത്യം പറഞ്ഞ അവലക്ഷണങ്ങളൊക്കെ കാണുമ്പോ ലൗകികന്മാര് ഈ വിദ്യയെ കണ്ടു ഭയപ്പെടണമെന്ന് പറഞ്ഞു. പക്ഷെ ഈ വിദ്യ എന്തുകൊണ്ട് അങ്ങനെ എന്ന് വെച്ചാൽ, ഈ വിദ്യ പറയാണ്, നിങ്ങൾക്ക് ശാന്തിയാണെങ്കിൽ വേണ്ടതെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഒരു അറിവ് ശേഖരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിലധികം നിങ്ങൾ ചാടിക്കളിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിലധികം വർത്തമാനം പറയാനൊന്നുമില്ല, മനസ്സിലാക്കാനൊന്നുമില്ല. ഏറ്റവും വലിയ സ്വത്ത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പൂർണ്ണത്വത്തിന് നിങ്ങൾക്ക് ശരീരം പോലും ആവശ്യമില്ല, നിങ്ങളുടെ മനസ്സുപോലും ആവശ്യമില്ല, നിങ്ങളുടെ ബുദ്ധി പോലും ആവശ്യമില്ല. ഉപാധികളെയൊക്കെ എടുത്തു കളഞ്ഞാലും നിങ്ങൾ പൂർണ്ണമായിട്ടിരിക്കണം. നമ്മളുടെ അനുഭവത്തിൽ തന്നെ നമ്മൾ ഇത് എപ്പോഴും അറിയണ ഒരു കാര്യമാണ്. സുഖമായി ഉറങ്ങുമ്പോ സുഷുപ്തിയില് ശരീരം കൂടാതെ, മനസ്സ് കൂടാതെ, ബുദ്ധി കൂടാതെ
ഞാനെന്ന് പറയുന്ന ഒരു അഹങ്കാരം കൂടാതെ തന്നെ സുഖമായിട്ടിരുന്നു. ആ സുഖത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല. എന്തെങ്കിലും ചെയ്താൽ ആ സുഖം പോയി പോവും. എഴുന്നേൽക്കുമ്പോ ആ സുഖം പോയി പോകണം. എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ അഹങ്കാരം എന്ന് പറയുന്ന ഈ വ്യക്തിത്വത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക, അല്ലെ? അതല്ലേ നമ്മൾ ചെയ്യണത്. എഴുന്നേറ്റപ്പോഴാണ് ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഓർമ്മ വന്നത്. ഉറങ്ങുമ്പോ എല്ലാ പ്രശ്നങ്ങളും അസ്തമിച്ചു. സംപ്രസാദ. എന്റെ അഭിമാനത്തിന്റെ മണ്ഡലത്തിലേക്ക് വരുമ്പോ ശരീരത്തിന്റെ ലിമിറ്റേഷൻ എനിക്ക് വന്നു. മനസ്സിന്റെ പരിമിതി എന്നിൽ ആരോപിക്കപ്പെട്ടു, അധ്യാരോപം ചെയ്യപ്പെട്ടു. അവസാനം എന്നെ തന്നെ എനിക്ക് അറിയാൻ കഴിയാത്ത വിധത്തിലാക്കി തീർത്തിരിക്കണു ഈ സൂപ്പർ ഇമ്പോസിഷൻ, അധ്യാസം. ശരീരവും മനസ്സും ഒക്കെ ആയിട്ടുള്ള ഒരാളായിട്ട് മാത്രമേ എനിക്കിപ്പോ ഞാൻ അറിയപ്പെടുന്നുള്ളൂ. ഞാൻ വാസ്തവത്തിൽ എങ്ങനെയുള്ള സ്വരൂപത്തോടു കൂടിയവനാണോ ആ സ്വരൂപം എന്റെ ഉൾക്കാഴ്ചയ്ക്ക് വിഷയമാവണില്ല. അനുഭവത്തിന് വിഷയമുണ്ടെങ്കിൽ പക്ഷെ ദൃഷ്ടിക്ക് വിഷയമാവണില്ല, അറിവിന് വിഷയമാവണില്ല. മനസ്സിലാവണുണ്ടാവോ? സംശയമാണ്. നോക്കൂ, ഈ വിദ്യ എന്ത് തരും എനിക്ക് എന്ന് ചോദിക്കുമ്പോ ഒന്നും തരില്ല. ഈ വിദ്യ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എടുത്തു കളയും. ഈ വിദ്യ എന്നെ എന്താക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നും ആക്കില്ല. ഈ ആയിത്തീരണ പ്രോസസ്സിനെ അവസാനിപ്പിക്കും. ഈ ആയിത്തീരുക എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു രോഗമാണ്. അതാണ് ഭവരോഗം എന്ന് പറയുന്നത്. അതായത് ഞാൻ ഇപ്പൊ പൂർണ്ണല്ല, ഞാൻ ഫ്യൂച്ചറിൽ പൂർണ്ണാവും. അതാണല്ലോ ഈ ആയിത്തീരൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇപ്പൊ പൂർണ്ണല്ല. നമ്മളുടെ മനസ്സിന്റെ സ്വഭാവം തന്നെ നോക്കൂ. അതാണ് രാത്രി പോയിട്ട് നാളെ രാവിലെ, മറ്റന്നാള്, അടുത്ത മാസം, അല്ലെങ്കിൽ ഗീത പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ പൂർണ്ണാവും. ഒരു പുതിയ അറിവ് കൊണ്ട് ഞാൻ ഇല്ലാത്തതായി എന്തോന്ന് നേടും, അല്ലെ? ഒരു തരത്തില് ഒരു ഭിക്ഷാപാത്രവും ഏന്തിക്കൊണ്ടാണ് നമ്മളൊക്കെ നടക്കുന്നത്. കയ്യിൽ ഭിക്ഷാപാത്രം ഇല്ല, അത്രയേ ഉള്ളൂ. നമ്മളുടെ മനസ്സ് ഏറ്റവും വലിയ ഭിക്ഷപാത്രമാണ്. ഒരു ഭിക്ഷപാത്രമാണ് നമ്മളുടെ മനസ്സ്. അത് എന്താവണം, ഇത് തരൂ, അത് തരൂ, ഈശ്വരന്റെ അടുത്ത് മുഴുവൻ ചോദിക്കലാണ്. ജീവിതത്തിൽ മുഴുവനും ഈ അപേക്ഷിച്ചുകൊണ്ട് നടക്കലാണ്. നമ്മളുടെ സ്വത്വത്തിന്, അതിന്റെ പൂർണ്ണത്വത്തിനെ നേടിയെടുക്കാൻ പുറത്തുനിന്ന് ഒന്നിന്റെയും ആവശ്യമില്ല. ഇത് വേദാന്ത ഇതരമായ ഒരു ശാസ്ത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഈ വിദ്യയെ വിദ്യകളുടെ രാജാവ് എന്ന് പറയുന്നത്. നിങ്ങൾ വേണ്ട വിധത്തിൽ കേൾക്കുകയാണെങ്കിൽ, കേട്ട് ഈ വിദ്യയെ നല്ലവണ്ണം മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് നിങ്ങളുടേതാക്കുമെങ്കിൽ, നിങ്ങൾ കേട്ടാൽ നിങ്ങളുടേതാവില്ല. നിങ്ങൾ ദിവസം CD ഒക്കെ ഇട്ട് കേട്ടാൽ നിങ്ങളുടേതാവില്ല. നിങ്ങളത് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ ആ വസ്തുവിനെ കാണണം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ CD-യും ആവശ്യമില്ല, പുസ്തകവും ആവശ്യമില്ല, ഞാനും ആവശ്യമില്ല, പുറത്തുനിന്നൊന്നും ആവശ്യമില്ല. വേണമെങ്കിൽ പിന്നെയും ഒരു സന്തോഷത്തിന് വന്ന് കേൾക്കുകയോ പുസ്തകം വായിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അത് സന്തോഷത്തിനാണ്, ഒന്നും നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല. സ്വയം പൂർണ്ണനായിട്ടുള്ളവൻ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ പൂർണ്ണമായിരിക്കും. അയാൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ തന്നെ അയാളുടെ പൂർണ്ണത്വത്തിന്റെ ഒരു എക്സ്പ്രഷൻ മാത്രമായിരിക്കും. അല്ലാതെ ആ പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കാനുള്ള പ്രവൃത്തി ആയിരിക്കില്ല. എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവന്റെ പ്രവൃത്തിയിലൊക്കെ തന്നെ അയാൾക്ക് ദൂഷ്യം ഉണ്ടാവും. മറ്റുള്ളവർക്കും അത് തികച്ച നന്മ ചെയ്യാൻ അതിന് സാധ്യമല്ല. അത്തരത്തിലുള്ള പ്രവൃത്തിയാണ് ഭഗവാൻ
ഗീതയിലെ കൃത്സ്ന കർമ്മം എന്ന് പറയണത്, സമ്പൂർണമായ കർമ്മം, അത് ജ്ഞാനിയെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അപ്പൊ ഈ വിദ്യ, ആത്മവിദ്യ, ബ്രഹ്മവിദ്യ, ഈ വിദ്യ ഇപ്പൊ നമുക്ക് എന്താണ് തരാൻ പോണത് എന്ന് വെച്ചാൽ ഒന്നും തരാൻ പോണില്ല. നിങ്ങളോട് പറഞ്ഞു തരികയാണ്, നിങ്ങൾ ഒന്നും വാസ്തവത്തില് നമ്മളെ ടോട്ടലി ലൈറ്റാക്കുകയാണ്. പലരും വിചാരിക്കണത് ഈ വേദാന്തം, അയ്യോ ഒരുപാട് പഠിക്കാനുണ്ട്, അറിയാൻ ഒന്നുമില്ല. വേദാന്തം നിങ്ങളോട് പറയണത് ശാന്താവൂ, ചുമ്മാ ഇരിക്കൂ, വേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ അറിവിന്റെ ലക്ഷണം എന്താന്ന് വെച്ചാൽ പൂർണ്ണത്വം. പൂർണ്ണത്വത്തിന്റെ ലക്ഷണം എന്താന്ന് വെച്ചാൽ നിശ്ചലത. ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടൊന്ന് ഇളകിയെന്ന് വെച്ചാൽ അപൂർണതയാണ്. അതായത് എവിടെയോ ഒരു കുഴപ്പമുണ്ട്, അത് ശരിയാക്കാനാണല്ലോ ഒന്ന് ഇളകിയത്, അല്ലേ? നിങ്ങളുടെ ഇന്റലിജൻസ് പൂർണ്ണമാവുമ്പോ മനസ്സിന്റെ ഇളക്കം ഒരു പരിശ്രമവും കൂടാതെ, ഉപായങ്ങളൊന്നും കൂടാതെ, സാധനങ്ങളൊന്നും കൂടാതെ തനിയെ നിൽക്കും. ഇതിന്റെ ഗാംഭീര്യ ആഴം നിങ്ങൾ കാണാവോ? ഈ അറിവ് ഒരാളെ താങ്ങിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അറിവല്ല. ബാക്കിയുള്ള അറിവിനൊക്കെ തന്നെ എന്തെങ്കിലും ഒരു താങ്ങുകോല് വേണം. ഈ അറിവ് കൈവല്യമാണ്. കൈവല്യം എന്ന് വെച്ചാൽ തനിയെ നിൽക്കണതെന്നർത്ഥം. അതിന് ഉപാധികളുടെ ഒന്നും ആവശ്യമില്ല. വെളിയിലൊരു ഈശ്വരന്റെയോ നാമത്തിന്റെയോ രൂപത്തിന്റെയോ അമ്പലത്തിന്റെയോ പുസ്തകത്തിന്റെയോ ഒരു ഗുരുവിന്റെയോ ആവശ്യമില്ല. നമ്മളുടെ ബ്രെയിനിന്റെ ആവശ്യം പോലും അതിനില്ല, ശരീരത്തിന്റെ ആവശ്യം പോലും അതിനില്ല. അത് സ്വയമേവ പ്രകാശിക്കുന്നതായതുകൊണ്ട് അതിനെ രാജ ശബ്ദം ഉപയോഗിച്ചു. രാജ് എന്ന് വെച്ചാൽ പ്രകാശനെ, സ്വയം പ്രകാശനെ, സ്വയം രാജമാനെ. ഗീതയില് ഭാഗവതത്തിൽ അതുകൊണ്ടാണ് സ്വരാട് എന്ന് പറഞ്ഞത്. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ സ്വരാട് എന്ന് പറഞ്ഞു. സ്വരാട് എന്ന് വെച്ചാൽ ചക്രവർത്തി എന്നാണ് ഒരർത്ഥം. സമ്രാട് എന്ന് വെച്ചാൽ ചക്രവർത്തി. സമ്രാട്, സ്വരാട്. സമ്യക് രാജതേതി സമ്രാട്, സ്വയം രാജതേതി സ്വരാട്. അപ്പൊ സ്വയം പ്രകാശമാനമായ വിദ്യ, ആ വിദ്യയുടെ സ്വരൂപം എന്താ? ആ വിദ്യ ചിത് സ്വരൂപമാണ്, ചൈതന്യസ്വരൂപമാണ്. ചിത്തവൃത്തി രൂപിണിയായ ഒരു വിദ്യയല്ല, ചിദ്രൂപിണിയായ ഒരു വിദ്യയാണ്. അപ്പൊ ഈ വിദ്യയില് നിങ്ങളിപ്പോ കേൾക്കണു, മനനം ചെയ്യണു, വിചാരം ചെയ്യണു, അറിയണു. അറിഞ്ഞു കഴിഞ്ഞ ആ അറിവും സ്വയമേവ അടങ്ങിപ്പോകും. ഒന്നും തെരഞ്ഞെടുക്കേ കിടயாது. ஆனா தெரிஞ்சுக்கிறேன். தெரிஞ்சின்ற பிறகு தெரிஞ்சின்றதையும் விட்டுவிடுறது. தெரிஞ்சுக்கிறது அந்த முயற்சியும் விட்டாச்சு, பரிசிரமத்தையும் விட்டாச்சு. ஒன்னும் പരിശ്രമപ്പെടുறதுக்கே இல்லை. ജ്ഞാനികളെ ആശ്രയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ വിദ്യയുടെ വിഷമം പിടിച്ച വഴിയിൽ കൂടെ അല്ലാതെ തന്നെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി നമ്മളെ ആത്മനിഷ്ഠരാക്കും അവര്. ഇത്രയൊന്നും അറിയാനും മെനക്കെടാനൊന്നുമില്ല. പക്ഷെ ഈ പറയണ അറിവ് മുഴുവൻ നമ്മളുടെ ഉള്ളിലുണ്ടാവും. ബുദ്ധി വെളിയിലുള്ള വസ്തുക്കളെ അറിയാനുള്ള ഒരു പവറാണ്. ബുദ്ധി എന്തിനാണ് ഭഗവാൻ തന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മട്ടാഞ്ചേരിക്ക് എങ്ങനെ വരണം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. സത്സംഗത്തിൽ വന്ന് ഇരിക്കാൻ ചെയറിലിരിക്കണോ, ചോട്ടിലിരിക്കണോ, മുമ്പിലിരിക്കണോ, പിമ്പിലിരിക്കണോ, ഈ ഡിസിഷൻ വരെയൊക്കെ ബുദ്ധി വേണം. അതിനുശേഷം ഈ ബ്രഹ്മവിദ്യ അറിയാൻ ബുദ്ധി വേണോ എന്ന് വെച്ചാൽ ബുദ്ധി തന്നെ ഏതൊരു ഇന്റലിജൻസിന്റെ സ്പാർക്കാണോ ആ ഇന്റലിജൻസ് സ്വയമേവ തന്നെ അറിയാൻ ശക്തിയുള്ളതാണ്. അത് വെളിയിലേക്ക് തെറിക്കുമ്പോഴാണ് അത് ബുദ്ധിയായിട്ട് മാറുന്നത്. അതുകൊണ്ട് അതിനെ അറിയാൻ ബുദ്ധി ആവശ്യമില്ല. ഇനി ആ ഒരു അറിവിനെ നിങ്ങൾ ബുദ്ധിന്ന് വിളിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആത്മാ ബാഹ്യപദാർത്ഥ വിശകലന സമർത്ഥാവുമ്പോ അതിന് ബുദ്ധി എന്നൊരു പേര് വരുന്നു. ആത്മാ അഭിമാന രൂപത്തിൽ തന്നെ അവതരിക്കുമ്പോ അഹങ്കാരം എന്ന് പേര് വരുന്നു.
ആത്മാ കാഴ്ച ആയിട്ട് തീരുമ്പോ കണ്ണാവണു, ശബ്ദമായിട്ട് തീരുമ്പോ ചെവിയാവണു, മണക്കുക എന്ന് സങ്കല്പിക്കുമ്പോ മൂക്കാവണു, രുചിക്കാൻ സങ്കല്പിക്കുന്ന നാവാവണു. പക്ഷെ ഇതൊന്നും അതിന്റെ സ്വരൂപമല്ല. ഇതൊക്കെ സവിശേഷം, സഗുണം, സാകാരാണ്. കേവല ചിന്മാത്രമായ ചൈതന്യത്തിന് സ്വയം പ്രകാശിക്കാൻ പുറമേ നിന്ന് ഒന്നിന്റെയും സഹായം ആവശ്യമില്ല. പിന്നെന്താപ്പോ മെനക്കെട്? മെനക്കെട് എന്താന്ന് വെച്ചാൽ സഹായം സ്വീകരിച്ച് നമ്മൾ പഴകിയിരിക്കണം. പുറമേയുള്ള ആലംബത്തിനെയൊക്കെ എടുത്തു കളയാനാണ് ഗുരുവും ശാസ്ത്രവും പ്രയോജനപ്പെടുന്നത്. അവസാനം അതുകൊണ്ടാണ് ഗീതയിലെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് ഭഗവാൻ. മാമേകം എന്ന് പറയുമ്പോ ഈ ഏകമായ മാം, അഹം, എവിടെയോ ഉള്ളൊരു കൃഷ്ണനല്ല. വാസ്തവത്തിൽ ഭഗവാനെ എങ്ങനെ ശരണാഗതി ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നാരദൻ പറഞ്ഞു, നീ ശരണാഗതി ഒന്നും ചെയ്യണ്ട, ബാക്കിയുള്ളതിനെ ആശ്രയിക്കണത് വിട്ടാ മതി എന്ന് പറഞ്ഞു ഭക്തിസൂത്രത്തിൽ. അന്യാശ്രയാണാം ത്യാഗഹാനം. ബാക്കിയുള്ളതിനെ മുഴുവൻ വിട്ടുകഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടോ അത് ഭഗവത് സ്വരൂപമാണ്. അപ്പൊ സർവാശ്രയത്യാഗം ഇതൊക്കെ പറയുമ്പോ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്കിത് വളരെ എന്തോ ഒരു ഫിലോസഫി പോലെ തോന്നിയേക്കാം. വളരെ ലളിതമാണ്, ഒന്നും ചെയ്യാനില്ല. പുറമേ നിന്നും അറിവ് ശേഖരിക്കുന്ന സ്വഭാവത്തിനെ സ്ലോ ഡൗൺ ചെയ്യണു ഈ ബ്രഹ്മവിദ്യ. പുറമേ നിന്നുള്ള അറിവൊക്കെ തന്നെ നമ്മൾ അവിദ്യയാണെന്ന് കാണുമ്പോ പിന്നെ അറിവിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ? ന്യൂസ് പേപ്പറിൽ വായിച്ച് പല കാര്യങ്ങൾ അറിയാനുള്ള ഉത്സാഹം ഉണ്ടാവുമോ? ടി വിയിൽ കണ്ട് വല്ലതും മനസ്സിലാക്കാനുള്ള ഉത്സാഹം ഉണ്ടാവുമോ? ടി വിയിൽ തന്നെ നോക്കൂ, നിങ്ങൾ എത്രയോ സിനിമയും സീരിയലും ഒക്കെ കാണുന്നുണ്ട് അല്ലേ? അതെന്തെങ്കിലുമൊക്കെ നിങ്ങളെ വാസ്തവത്തിൽ അഫക്റ്റ് ഉണ്ടോ? കാണണവര് പലരും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഒന്നും അഫക്ട് ചെയ്യാത്തതിന് കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഇല്ലാന്ന് കാണുന്നവർക്ക് അറിയേ. അത് ഇല്ലാന്ന് അറിയണത് കൊണ്ട് ഇൻവോൾവ് ആയിട്ട് കണ്ടാലും അവരൊന്നും അഫക്ട് ചെയ്യണ്ട, അത് കഴിഞ്ഞിട്ട് അതിന്റെ പാട്ടിൽ പോയി അല്ലേ? അതേപോലെയാണ് ജ്ഞാനിക്ക് പ്രപഞ്ചത്തിലുള്ള സകല പദാർത്ഥങ്ങളും ഇല്ല എന്നുള്ള അറിവ് ഉണ്ടെങ്കിലും ഇൻവോൾവ്ഡ് ആയിട്ട് ഇരുന്നാൽ പോലും ഒരു വാസനയും ഒന്നും ഉണ്ടാവില്ല, ഉള്ളില് ഒരു ഇംപ്രഷൻ ഉണ്ടാവില്ല. ടി വിയിൽ ആരെങ്കിലുമൊക്കെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 ദിവസം കഴിഞ്ഞ് കരയോ? സിനിമയിൽ വല്ലതും കണ്ടതിനെ ആലോചിച്ച് നമ്മൾ അയാളെ വെറുത്തോണ്ടൊക്കെ ഇരിക്കുമോ? ഒരാള് വില്ലനായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ അയാളെ വെറുക്കുക, രാത്രി മുഴുവൻ ഉറക്കം വരാതിരിക്കുക, അയാളെ കൊല്ലാനുള്ള വഴി നിങ്ങളൊക്കെ ആലോചിക്കുമോ? അതൊന്നും ഇല്ല നിങ്ങൾക്കറിയാം അല്ലേ? അതേപോലെ പുറമേ നിന്നുള്ള ഒന്നും തന്നെ നമ്മളുടെ ഉള്ളിൽ ഇംപ്രഷൻ ഉണ്ടാക്കില്ല. അറ്റ് ദ സെയിം ടൈം ടോട്ടൽ ഇൻവോൾവ്മെന്റ് ഈസ് നോട്ട് ഡിനൈഡ്. ഈ വിദ്യ അതിലേക്ക് പ്രവേശിക്കാൻ പോണേ ഉള്ളൂ. നമ്മള് ആത്മസ്വരൂപിണിയായ വിദ്യയാണ്. ഈ വിദ്യക്ക് ആശ്രയം എന്താണ്? വളരെ വളരെ കാതലായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ ചോദിച്ച് ഉത്തരം പറയണത്. പുറമേയുള്ള വിദ്യക്ക് ആശ്രയം ബ്രെയിനാണ് അല്ലേ? പുറമേ നിന്ന് എന്തെങ്കിലും അറിയുമ്പോ ബുദ്ധി കൊണ്ടാണ് അറിയണത്. അതുകൊണ്ടാണ് ബുദ്ധി പോയി കഴിഞ്ഞാൽ അത് പോയി. 4ാം ക്ലാസ്സില് മലയാളത്തിൽ 100 മാർക്ക് വാങ്ങിയ ആളാണ്. ഇപ്പൊ കുഞ്ഞൻ നമ്പ്യാരുടെ കവിത ആലോചിച്ച് നോക്കണം, ഒന്നും കിട്ടണില്ല. അവസാനം അയാള് പറഞ്ഞു, പാണ്ഡന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല എന്നർത്ഥം. മുമ്പൊക്കെ പ്രവർത്തിച്ചിരുന്നു, ഇപ്പൊ പണ്ടേ പോലെ ഫലിക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ പ്രവർത്തിക്കുന്നില്ല. അത് മാത്രം ഓർമ്മ, പലതും ഓർമ്മയില്ല അല്ലെ? എന്റെ ബ്രെയിനിലുള്ള ചില സെൽസൊക്കെ, കോശങ്ങളൊക്കെ പോയി. ആ അറിവ് കോശത്തിലെ ഒരു ചാല് മാത്രമായിരുന്നു, അത് പോയി. ഗീതയും ഉപനിഷത്തൊക്കെ കാണാപ്പാഠം പഠിച്ചു, കുറച്ചു ദിവസം ഉരുവിട്ടിട്ടില്ല, അപ്പൊ പോയി. ചിലരെയൊക്കെ നല്ല ക്ലോസ് ആയിട്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ക്ലോസ് ആയിട്ടിരുന്ന ആളുകളാണ്. വളരെ കാലം കഴിഞ്ഞ് കാണുമ്പോൾ എവിടെയോ ഓർമ്മ വരുന്നുണ്ട്, പേര് കിട്ടണില്ല, പോയി.
എന്താ? ആ അറിവിന് ആശ്രയം ബ്രെയിനാണ്, ബുദ്ധിയാണ്. അല്ലേ? ഒന്ന് നോക്കൂ. അതേപോലെയാണോ ഈ വിദ്യയ്ക്ക് ആശ്രയം നിങ്ങളുടെ ബ്രെയിൻ ആണെങ്കിൽ അത് ആ വിദ്യ എങ്ങനെ ശാശ്വതാവും? ഇപ്പൊ വയസ്സായ അമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഇവരൊക്കെ ഇനി മേലാൽ ബുദ്ധി ഉപയോഗിച്ച് ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് തലയിൽ കയറ്റിയിട്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? അതാണ് ചിലരൊക്കെ ഒന്നും ഞങ്ങൾക്കൊന്നും തലയിലൊന്നും കയറണില്ല, വേണ്ട, നന്നായി. അപ്പൊ ഈ വിദ്യക്ക് ആശ്രയം എന്താണ് എന്ന് വെച്ചാൽ ഈ വിദ്യ ബ്രെയിനിലോ മൈൻഡിലോ ഇന്ദ്രിയങ്ങളിലോ ഒന്നുമല്ല. ഈ വിദ്യ നിങ്ങളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ വിദ്യ ആത്മാവിന്റെ സ്വരൂപമാണ്. ശങ്കരാചാര്യര് ജ്ഞാനം ആത്മാവിന്റെ സ്വരൂപമാണെന്നാണ് പറയുന്നത്, ഗുണമല്ല, സ്വരൂപമാണ്. അതുകൊണ്ട് നിങ്ങളുണ്ടോ? ഈ വിദ്യയുണ്ട്. നിങ്ങളില്ലയോ? പിന്നെ ഇത് ജഡമല്ലേ ശരീരം. നിങ്ങളുണ്ടോ? ഈ വിദ്യ നിങ്ങളുടെ സ്വരൂപമാണ്. ഈ വിദ്യയ്ക്ക് നിങ്ങൾക്കുള്ള സംബന്ധം അഭേദ സംബന്ധമാണ്. ഈ വിദ്യയുടെ പ്രയോജനമോ പരമപ്രയോജനമോ നിത്യസിദ്ധമായ മുക്തിയുടെ നിരാവരണമാണ്. വാക്കുകളൊക്കെ ബുദ്ധിമുട്ട്. നിത്യസിദ്ധമായ നിർവാണത്തിന്റെ ആവരണം നീക്കി കാണിക്കുകയാണ് ഈ വിദ്യ ചെയ്യാൻ പോണത്. എന്നുവെച്ചാൽ നിങ്ങള് വാസ്തവത്തില് മുക്തരാണെന്നും നിങ്ങൾ സ്വതന്ത്രരാണെന്നും നിങ്ങൾക്ക് ദുഃഖമില്ലെന്നും നിങ്ങൾക്ക് നിർവാണം സിദ്ധാണെന്നും നിങ്ങൾ ആത്മസ്വരൂപികളാണെന്നും ഉള്ള ബോധമാണ് ഈ വിദ്യയുടെ സ്വരൂപം. അതുകൊണ്ട് ഈ വിദ്യ ഒരു പ്രാവശ്യം പ്രകാശിച്ചാൽ, അതെങ്ങനെ പ്രകാശിക്കും എന്ന് വെച്ചാൽ അത് അന്തര്യാമിയുടെ തന്നെ ഒരു കലയാണ്. ഗർഭം ധരിച്ചിരിക്കണ കുട്ടി പുറത്തുനിന്നല്ലോ വരണത്, ഉള്ളിൽ നിന്നല്ലേ പുറത്തേക്ക് വരണത്, അല്ലേ? അതേപോലെ നമ്മളൊക്കെ തന്നെ ഈ ആത്മവിദ്യയെ ഗർഭം ധരിച്ചിരിക്കുന്നവരാണ്. ഒരു വിധത്തിൽ ഗർഭിണികളും ഗർഭിണന്മാരും ഒക്കെയാണ് നമ്മള്. അന്തഃശരതി ഭൂതേഷു ഗുഹായാം വിശ്വമൂർത്തിഷു. ശ്രുതി പറയണത് ആത്മാ ഗർഭേ അന്തഃ. ഗർഭത്തിന്റെ ഉള്ളിൽ എന്ന പോലെ ഈ ഹൃദയമാവുന്ന ഗർഭത്തിന്റെ ഉള്ളിൽ കിടക്കണു. പ്രജാപതി ശരതി ഗർഭേ അന്തഃ. അഭ്യസംഭൂത പൃഥിവൈരസാച്ച്. അതിലെ പ്രജാപതി ശരതി ഗർഭേ അന്തഃ. ഗർഭത്തിൽ എന്ന പോലെ ഹൃദയമാവുന്ന ഗർഭത്തിൽ. അപ്പോ ഈ വിദ്യ പുറത്തേക്ക് വരാനുള്ള ഒരു ടൈം ആയി കഴിഞ്ഞാൽ, ഈ ജസ്റ്റ് ഈ സത്സംഗം എന്നൊക്കെ പറയണത് ആ വിദ്യയെ പുറത്തേക്ക് വിളിക്കണോ, അത്രയേ ഉള്ളൂ. വിദ്യ ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ എനിക്ക് തരാൻ പോലും സാധ്യമല്ല. നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ സ്വരൂപം അതാണ്. നിങ്ങൾ വേണം എന്ന് പറഞ്ഞു, ഇപ്പൊ ഒരു അപ്ലിക്കേഷൻ അയക്കണില്ലേ, ചില കാര്യമൊക്കെ വേണം എന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ ഈ വിദ്യയെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ജിജ്ഞാസ ഉണ്ടായാൽ അന്തര്യാമി തന്നെ സ്വയമേവ തന്നെ റിവീൽ ചെയ്യും. റെവലേഷനാണ്. റെവലേഷൻ ഓഫ് ദ എവർ റിവീൽഡ്. അത് ഉള്ളിൽ സ്വയമേവ താൻ തന്നെ കാണിച്ചു തരണം. യമേവൈഷ വൃണുതേ തേന ലഭ്യ തസ്യൈഷ ആത്മാ വിവൃണുതേ തനും സ്വം. നോക്കൂ, പുറമേ നിന്നൊന്നും ആശ്രയിക്കാതെ അകമേ നിന്ന് ഈ സ്വരൂപത്തിനെ ഇൻവോക്ക് ചെയ്യാണ്. അപ്പൊ അന്തര്യാമിയായ ഭഗവാൻ സ്വയമേവ അകമേ നിന്നും തന്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുമ്പോൾ അതിനെ നമ്മൾ ആത്മാനുഭവം എന്ന് പറയണു, ആത്മസാക്ഷാത്കാരം എന്ന് പറയണു. അപ്പൊ നമ്മൾക്ക് സാന്നിധ്യം വിളിച്ചറിയിക്കുക എന്ന് വെച്ചാൽ ഇത്ര കാലം അറിയിച്ചില്ലെന്ന് വെച്ചാൽ എപ്പോഴും അറിയിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സദാ അഹം 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 എന്ന് പറയണ്ട്, ഞാൻ 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 എന്ന് പറയണ്ട്.
പക്ഷേ ഈ ഞാൻ എന്ന് പറയുന്നത് ആരാണ്? ഒരു ഭക്തൻ പറഞ്ഞു, ഭഗവാനെ ഇത്ര കാലം ഞാൻ എന്ന് പറയണത് ഞാനാണെന്ന് വിചാരിച്ചിരുന്നു, ഇപ്പോഴാണ് നീയാണെന്ന് മനസ്സിലായതെന്ന് പറഞ്ഞു. നമ്മാഴ്വാർ ഒരു ഭാസുരത്തിൽ പാടി ഭഗവാൻ എടുത്ത്, ഭഗവാനെ ഇത്ര കാലം ഞാൻ എന്ന് പറയണത് ഞാനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, ഇപ്പോഴാണ് അത് നീയാണെന്ന് മനസ്സിലായതെന്ന്. അഹം എന്ന് പറയണത് ആ ഒരേ ഒരു അനുഭവം മാത്രം. അത് ബ്രെയിൻ അല്ല, അത് മൈൻഡ് അല്ല, അല്ലാന്ന് മാത്രമേ ശങ്കരാചാര്യർ പറയണു. അല്ലേ? ഒരു മുസ്ലിമാണ്, മുസൽമാൻ അല്ല അല്ല അല്ല. ന ഭൂമി മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നച ശ്രോത്ര ജിഹ്വേ നച ഘ്രാണനേത്രേ നച വ്യോമഭൂമി ന തേജ ന വായു. അത്രയും പറഞ്ഞാൽ മതി. ചിദാനന്ദരൂപ ശിവോഹം പറയാൻ പാടില്ല. അത് അനുഭവം പറയേണ്ടതാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കൊക്കെ പല കുഴപ്പങ്ങളും ഉണ്ടാവുകയാണ്. അതെന്തോ ഒരു സാധനമാണ്, അതാണ് ഞാൻ വിചാരിക്കും. അത് വാസ്തവത്തിൽ അകമേ കണ്ടറിയേണ്ട പ്രത്യഭിജ്ഞയാണ്. അപ്പൊ ഈ അഹം എന്ന അനുഭവം, അഹം പൊരുള്, ഞാൻ എന്ന് പറയുന്ന അനുഭവത്തിന്റെ സ്വരൂപം, അത് അറിവാണ്, അത് വിദ്യയാണ്. വിദ്യ എന്ന് പറഞ്ഞാൽ അഹം എന്നുള്ളതാണ്. ഈശാവാസ്യോപനിഷത്തിലെ ആചാര്യസ്വാമികൾ സംഭൂതി അസംഭൂതി വിദ്യ അവിദ്യയ്ക്കൊക്കെ തന്നെ ഉപാസനയെന്നും കർമ്മമെന്നും ഒക്കെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആചാര്യസ്വാമികൾ തന്നെ ഐതരയോപനിഷത്തില് ഭാഷ്യത്തില് പറയുമ്പോ ഈ വിദ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിദ്യ എന്ന് തന്നെ അർത്ഥം പറയും. അവിടെ വിദ്യ എന്ന് വെച്ചാൽ ആത്മാ എന്ന് തന്നെ അർത്ഥം പറയണം. വിദ്യ എന്ന് വെച്ചാൽ ജ്ഞാനം. അഹം എന്ന് പറയുന്ന അനുഭവം. ഇതിപ്പോ ശ്രദ്ധിക്കാൻ എന്താ വിഷമുള്ളത്? രാജവിദ്യ എന്ന് പറയുമ്പോ നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കാതിരിക്കണ വിദ്യയാണ് രാജവിദ്യ. നമ്മൾ സാധാരണ വിദ്യ എന്ന് വെച്ചാൽ പഠിപ്പിക്കലാണല്ലോ, അല്ലേ? ഈ വിദ്യയിൽ പറയണത് പഠിപ്പിക്കണേയില്ല നിങ്ങളെ. നത്തിങ് ഈസ് ബീങ് ഫെഡ്. നിങ്ങളോട് പറയാണ്, ഈ പഠിക്കണമെന്ന് ആഗ്രഹിക്കണവൻ ആരാണ്? ഞാൻ. അതൊന്ന് ശ്രദ്ധിക്കൂ. അതാണ് ഈ വിദ്യയുടെ മഹത്വം. ബാക്കി ഒരു വിദ്യയും നിങ്ങൾക്കൊന്നും കാണിച്ചു തരണില്ല. ഇപ്പൊ നോക്കൂ, ആയുർവേദമൊക്കെ തന്നെ കാട്ടിലൊക്കെ നടന്ന് പഠിക്കേണ്ട ശാസ്ത്രമാണ്. ചെടികളെയൊക്കെ കണ്ടു പഠിക്കേണ്ട ശാസ്ത്രമാണ്. അതൊക്കെ ഇപ്പൊ കോളേജിലാണ് പഠിപ്പിക്കുന്നത്. ഒരു ചെടിയെ ചിത്രം വരയ്ക്കുക, ഒരാവശ്യമില്ലാത്ത പ്രയോജനമില്ലാത്തൊരു കാര്യം. ഒരു ചെടിയുടെ ചിത്രം വരയ്ക്കാം. മരുന്നുണ്ടാക്കുന്ന മെഷീൻ വരയ്ക്കുക, അതൊക്കെയാണ് പിള്ളേരെ കൊണ്ട് വെറുതെ സമയം കൊല്ല. അപ്പൊ എന്താ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദാറ്റ് ഒബ്ജക്റ്റ് ഇല്ല, അല്ലേ? അതേപോലെ തന്നെ നമുക്ക് ഗീത എന്ന് പറഞ്ഞ ശ്ലോകം, വ്യാകരണം ഒക്കെ മാത്രം ഞാൻ പഠിപ്പിച്ചാൽ അത് രാജവിദ്യ അല്ല. എപ്പോഴാണ് ഇത് രാജവിദ്യ ആവണതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയല്ല, നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. കാണുന്നതിനേക്കാളും അപരോക്ഷമായിട്ട് വേറെ എന്താ ഉള്ളത്? കാണുമ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ആ വസ്തുവിനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളെ കാണുന്നുണ്ടോ ഇല്ലയോ? ഇങ്ങനെ കാണുന്നില്ല. പക്ഷെ ഇങ്ങനെ കാണണ്ട, നിങ്ങളുടെ ഇരുപ്പ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ? കുറെ കുട്ടികളോട് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് ചോദിച്ചത്, എങ്ങനെയാണ് ഈ വിചാരം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഒരു കുട്ടി. അപ്പൊ പറഞ്ഞു, ഒരു കണ്ണടച്ചിരിക്കുക, എന്നിട്ട് ഒരു ചോദ്യം ചോദിക്കൂ, എനിക്കും എന്റെ ശവത്തിനും എന്താണ് ഭേദം എന്ന് ചോദിക്കാം. കുട്ടി പേടിച്ചു പോയിട്ട് കുറച്ച് നേരത്തെ. പേടിക്കാനല്ല പറഞ്ഞത്, എനിക്കും എന്റെ ഡെഡ് ബോഡിക്കും എന്താ വ്യത്യാസം? ഇത് തന്നെ ഡെഡ് ബോഡി ആയാൽ എന്താവും? എന്താ വ്യത്യാസം? ജസ്റ്റ് കോൺടെംപ്ലേറ്റ് ഓൺ ദാറ്റ്. ഇപ്പൊ ഡെഡ് ബോഡി ആണെങ്കിൽ ഡെഡ് ബോഡിയിൽ ലിവർ, കിഡ്നി, ഹാർട്ട്, ബ്രെയിൻ എല്ലാം ഉണ്ട്. അതിൽ ഇല്ലാത്ത എലമെന്റ് എന്താണ്?
എന്താണ് ഇപ്പോ ഉള്ളത്? ജീവൻ, ആത്മ, ചൈതന്യം അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇപ്പോ ഉള്ള എലമെന്റ് ഞാനാണ്. ഡെഡ് ബോഡി ആയാൽ ഇല്ലാതാവണ എലമെന്റ് ഞാനാണ്. അപ്പോ ഇതാണ് അന്വയ വ്യതിരേകം. അപ്പൊ ഞാന് ഉള്ള സമയത്ത് ഞാനിനെ കാണണില്ല, ഞാൻ പോയ ശേഷം ഡെഡ് ബോഡിയെ കാണുന്നു. ഡെഡ് ബോഡി കൊണ്ടുപോയി കത്തിച്ച് കളയും അല്ലേ? അപ്പൊ ഡെഡ് ബോഡി ഇപ്പോഴും ഉള്ളപ്പോഴും ഈ ബോഡി ഡെഡായിട്ട് തന്നെ ഇരിക്കട്ടെ. അതിനകത്തുള്ള ഈ പ്രസൻസ്, സന്നിധി, ഗുഹ്യം എന്ന് പറഞ്ഞത് അതാണ് ഗുഹ്യം. ഗുഹായാം സ്ഥിതം എന്നുവെച്ചാൽ അന്തർമുഖമായി മാത്രം കാണാൻ സാധിക്കുന്നത് എന്നർത്ഥം. ബഹിർമുഖമായി കാണാൻ സാധിക്കാത്തത്. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. ബഹിർമുഖമായി കാണാൻ കഴിയാത്തതും അവനവന്റെ തന്നെ ഇരുപ്പ് തന്നെ സ്വരൂപമായിട്ടുള്ളതും. അനുഭവം കൊഞ്ചം വന്നുകൊടുത്തിനാലേ വലിയ ലാഭം, മഹാലാഭം. എന്തൊക്കെ ചെയ്യുമ്പോൾ, എന്തൊക്കെ പ്രവൃത്തി ചെയ്യുമ്പോൾ, അടുക്കള പണി ചെയ്യുമ്പോൾ ഒക്കെ തന്നെ നമ്മളുടെ അറ്റൻഷൻ ഇതിലാണ്. ഈ വിദ്യ പ്രകാശിച്ചവന് പിന്നെ ബാഹ്യ ആലംബം ഒന്നും വേണ്ട. എന്തെങ്കിലും ചെയ്തിട്ട്, ഒരു അനുഷ്ഠാനം ചെയ്തിട്ട് അയാൾക്ക് പൂർണ്ണമാവാനില്ല. ഇത് തന്നെ അനുഷ്ഠാനം. ഒരു പൂജ ചെയ്തിട്ട് അയാൾക്ക് പൂർണ്ണമാവാനില്ല. എന്നാൽ അയാളെ ചെയ്യില്ല. അയാളുടെ ശരീരം സ്പോണ്ടേനിയസ് ആയിട്ട് നാച്ചുറൽ ആക്ഷൻ എന്താന്ന് വെച്ചാൽ അത് ചെയ്തോളും. അയാള് അതിനെ ആശ്രയിക്കാതെ തന്നെ പൂർണ്ണനാണ്. പൂർണ്ണത്വം ശരീരത്തിന്റെ അല്ല, പൂർണ്ണത്വം മനസ്സിന്റെ അല്ല, പൂർണ്ണത്വം നമ്മളുടെ സ്വത്വമാണ്, നമ്മളുടെ എക്സിസ്റ്റൻസ് ആണ്, നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റിയാണ്, നമ്മളുടെ സ്വം ആണ്, ഇരുപ്പ്. നമ്മളുടെ ശ്രദ്ധയെ നമ്മളുടെ ആ ഇരുപ്പിൽ കൊണ്ട് വെക്കുന്നതിന് പേരാണ് സമാധി. ചില ഭാഗ്യവാന്മാർക്ക് ശ്രദ്ധ ആ ഇരുപ്പിൽ ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് നിർവികൽപമായ യോഗം അനുഭവത്തിൽ വരും. യോഗം എന്ന് വെച്ചാൽ ഒരു കുട്ടിയെ ഗുരു കൊണ്ടുപോയിട്ട് ഏകാന്തമായ ഒരു സ്ഥലത്ത് ഇരുത്തി. ആദ്യം തന്നെ നല്ലവണ്ണം ആത്മവിദ്യ ഉപദേശിച്ചിരുന്നു. ഏകാന്തമായി ഇരുത്തിയിട്ട് പറഞ്ഞു, ഇനി ഈ വസ്തുവിനെ ശ്രദ്ധിക്കുക. ആ കുട്ടി അകമേക്ക് ശ്രദ്ധിച്ചു, ധ്യാനനിഷ്ഠനായി, സ്വരൂപസ്ഥിതനായി. ഒരു ഗുഹയിൽ ഇരുത്തിയതാണ്. കുറെ കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോ എല്ലാം അതേപോലെ ഉണ്ട്. ഗുരു മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോ പറഞ്ഞു, എഴുന്നേക്കരുത്, നിൽക്കൂ എന്ന് പറഞ്ഞ് പതുക്കെ പതുക്കെ കാലും കയ്യും ഒക്കെ എണ്ണയിട്ട് ഒഴിയാം. അപ്പൊ ഈ കുട്ടി നോക്കുമ്പോണ്ട് ഒരുപാട് മാറ്റം വന്നു പോയിരിക്കണമെന്നാണ്. എന്താ പറ്റിയെന്ന് മാത്രം മനസ്സിലായില്ല. ഒരുപാട് മാറ്റം വന്നു പോയിരിക്കണു ശരീരത്തിലൊക്കെ. അപ്പൊ ഗുരുവിനോട് ചോദിച്ചു, എന്തു പറ്റി? ചോദിച്ചു. അല്ല, നീ ഇരുന്നിട്ട് 1 വർഷമായി. ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ നാട്ടിൽ പല യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതാണ്. ഇങ്ങനൊരു കഥയുണ്ട്. നീ ഇരുന്നിട്ട് 1 വർഷമായി. ഇതിന്റെ ഇടയിൽ ഇവിടെ ഉള്ളവരൊക്കെ കൂടെ നിന്റെ ശരീരത്തിനൊക്കെ നോക്കി ശുശ്രൂഷിച്ചു. പക്ഷെ ശരീരമേ അറിയാതെ നീ ഇരുന്നു. ആ കുട്ടി പറയണത്, അയ്യോ ഞാൻ കുറച്ച് മിനിറ്റുകളായി എന്നാണ് ഞാൻ വിചാരിച്ചതെന്നാണ്. കുറച്ചു നേരം, ഒരു അരമണിക്കൂറൊക്കെ ധ്യാനിച്ചിട്ടുണ്ടാവുന്ന വിചാരിച്ചത്. അതായത് ആ സ്വരൂപത്തില് ദേശം കാലം ഒന്നുമില്ല. വീണ്ടും ബോഡി ലെവലിൽ വന്ന ഉടനെ ടൈം സ്പേസ് ഒക്കെ വന്നു. ഇതിന് നിർവികൽപ്പ യോഗം എന്ന് പറയും. ചില മഹാത്മാക്കൾക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ടാവും.
അങ്ങനെ വന്ന് വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും പ്രാരബ്ധം തീർക്കുന്നു വേണം ശരീരത്തില്. എങ്കിലും അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ, അങ്ങനെ ഒരു വർഷമൊക്കെ ഇരുന്നാലും ഒരു ക്ഷണ നേരത്തേക്ക് ഇരുന്നാലും ആ ജ്ഞാനം ഒന്ന് തന്നെയാണ്. അതായത് ഈ ഒരു കഥ പറയാൻ ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, അത്രയധികം അബ്സല്യൂട്ട്ലി സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലം നമ്മളുടെ ഉള്ളിലുണ്ട്. അവിടെ അശനാപിപാസേ ശോകമോഹൗ ജനിമൃത്യു ജരാവ്യാധി ഒന്നുമില്ല എന്നാണ്. അവിടെ വിശപ്പ് ദാഹമില്ല, ശോകമോഹമില്ല, ജരാമൃത്യുമില്ല, ഒന്നുമില്ല. പക്ഷെ ബോഡിലി ലെവലിൽ നമുക്ക് ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ദിവ്യക്ഷേത്രത്തിനെ കുറിച്ചാണ് ഞാൻ പറയണത്. കാശിയോ ഹരിദ്വാറോ കൈലാസമോ വൈകുണ്ഠമോ ഒന്നുമല്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു സെന്റർ ഉണ്ട്. ആൻഡ് ദാറ്റ് സെന്റർ ഈസ് അബ്സല്യൂട്ട്ലി ഫ്രീ. ഫ്രീഡം, മുക്തി എന്ന് പറയുന്നത് അതിന്റെ സ്വരൂപമാണ്. അത് തന്നെയാണ് ഭഗവാന്റെ സ്വരൂപം, അത് തന്നെയാണ് ഈശ്വര സ്വരൂപം, അത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഈ വിദ്യ നിങ്ങളെ ശരീരത്തിന്റെ തലത്തു നിന്നും മനസ്സിന്റെ തലത്തു നിന്നും ബുദ്ധിയുടെ തലത്തു നിന്നും അഹങ്കാരത്തിന്റെ തലത്തു നിന്നും മാറ്റി ഈ ലിമിറ്റേഷൻ, ഇതൊക്കെ ലിമിറ്റേഷൻ ആണല്ലോ, അല്ലെ, പരിമിതിയാണല്ലോ. ഞാനൊരു അഹങ്കാരമാകുമ്പോൾ പരിമിതിപ്പെട്ടു. എന്റെ ലിമിറ്റഡ് ബ്രെയിൻ അത് എത്ര പവർ ഉള്ളതാണെങ്കിലും ലിമിറ്റഡ് ആണ്. എത്ര വലിയ വിദ്വാന്റെ ബുദ്ധിയും പരിമിതിയുള്ളതാണ്. എന്റെ മനസ്സ് വളരെ പരിമിതമാണ്, എന്റെ ശരീരം വളരെ പരിമിതമാണ്. അപ്പൊ ഇതൊക്കെ തന്നെ ജയിലാണ്. ഇതിനൊക്കെ എന്തൊക്കെ സുഖദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊരു പ്രിസൺ ഹൗസാണ്. അപ്പൊ ഇതൊക്കെ മാറ്റി തീർത്ത് ഞാൻ ആത്മാവാണെന്ന് അറിയുന്ന ആ അറിവ്, പരിമിതിയില്ലാത്ത അറിവ്, അപരിമിതമായ നമ്മളുടെ സ്വരൂപം, അതിനെ ബോധിപ്പിക്കുന്ന വിദ്യ രാജവിദ്യയല്ലേ? ആ വിദ്യകളുടെ രാജാവാണ്. മാത്രല്ല സസ്വരാട് ഭവതി സർവേഷു ലോകേഷു കാമചാരോ ഭവതി. ശ്രുതി പറയണത് ഈ വിദ്യയെ അറിയുന്നവൻ ചക്രവർത്തിയായിട്ട് തീരുമെന്നാണ്. എന്നുവെച്ചാൽ രാജാവോ? ഈ ബാഹ്യ രാജാവൊക്കെ ഇന്നുണ്ടാവും, നാളെ ചത്തുപോകും, അല്ലേ? എത്ര രാജാക്കന്മാര് വന്നുപോയി. യാതാഹ ബ്രഹ്മാണ്ഡ കോട്ടയ, ബ്രഹ്മാണ്ഡ കോടികളൊക്കെ വന്നുപോയി കഴിഞ്ഞു. ബ്രഹ്മാവും ദേവതകളും ഒക്കെ വന്നുപോയി കഴിഞ്ഞു. പക്ഷെ ജ്ഞാനിയുടെ സാമ്രാജ്യം എന്ന് പറയണത് ഒരിക്കൽ നഷ്ടാവാത്ത സാമ്രാജ്യമാണ്. അപ്പൊ ഈ വിദ്യ നമ്മൾക്ക് നമ്മളെ തന്നെ പ്രകാശിപ്പിക്കുന്ന വിദ്യയാണ്. ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ് എന്ന് കാണിച്ചു തരുന്ന വിദ്യയാണ്. ഒരു വിധത്തിൽ നിഷേധാത്മകമായ വിദ്യയാണെന്ന് പറയാം. എന്നുവെച്ചാൽ ഞാൻ എന്തൊക്കെ അല്ല എന്നൊക്കെ എടുത്തു കളയാണ്. അപ്പൊ എന്താ, ഞാൻ എന്താണെന്നുള്ള അനുഭവം സ്വയം സിദ്ധമാണ്. അപ്പൊ ഈ വിദ്യയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോണത്. ഈ അധ്യായത്തില് 9ാമത്തെ അധ്യായം, 9ാം അധ്യായം. ഈ അധ്യായം ജീവൻ മുക്തിയെ കാണിക്കുന്നതാണ് എന്നൊരു അഭിപ്രായമുണ്ട്. അതായത് ഇവിടെ തന്നെ ഉള്ള ജ്ഞാനം, ബ്രഹ്മജ്ഞാനത്തിനെയാണ് ഈ അധ്യായത്തിൽ പറയാൻ പോണത്. കഴിഞ്ഞ അധ്യായത്തിൽ ക്രമമുക്തിയെ പ്രതിപാദിച്ചു. ഈ അധ്യായത്തിൽ ജീവൻ മുക്തിയാണ് വിഷയം, അഥവാ ആത്മവിദ്യയാണ് വിഷയം എന്നാണ് ശങ്കരാചാര്യരുടെ അഭിപ്രായം. നോക്ക, ശ്രീ ഭഗവാൻ ഉവാച ഇദം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാമി അനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം
യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. ശ്രീ ഭഗവാൻ ഉവാച, ഭഗവാൻ പറഞ്ഞു, ഇദം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാമി അനസൂയവേ. ഹേ അർജുന, ഗുഹ്യതമം, ഗുഹ്യം എന്ന് വെച്ചാൽ രഹസ്യം, ഗുഹ്യതമം, ഗുഹ്യം, ഗുഹ്യതരം, ഗുഹ്യതമം സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഏറ്റവും രഹസ്യമായിട്ടുള്ളത് തനിക്ക് പറഞ്ഞു തരാം. എന്തുകൊണ്ടാ പറയണെന്ന് വെച്ചാൽ അനസൂയവേ, അസൂയയില്ലാത്തത് കൊണ്ട് എന്നർത്ഥം. ഭാഗവതം തുടങ്ങുമ്പോഴും പറഞ്ഞു, നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം. ഈ മാത്സര്യം ഇല്ലാത്തവൻ, മാത്സര്യം അസൂയാണല്ലോ, അസൂയയുടെ മറ്റൊരു രൂപമാണല്ലോ മാത്സര്യം. ഇതില്ലെങ്കിൽ പറഞ്ഞുതരാമെന്ന്. അതായത് ലോകത്തിലുള്ള എല്ലാ വിദ്യകളും അസൂയ ഉള്ളവർക്കുള്ളതാണ് അല്ലേ? സ്കൂളിൽ പഠിക്കുമ്പോ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത് തന്നെ അസൂയ വെച്ചുകൊണ്ടാണ്. കോമ്പറ്റീഷൻ അസൂയ വെച്ചുകൊണ്ടാണ്. നീ ഫസ്റ്റ് വരണം, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, എ ഗ്രേഡ്, ബി ഗ്രേഡ്, 100 മാർക്ക്, അവന് 80 മാർക്ക്, ഇവന് മോശം, ഞാൻ ഫസ്റ്റ്. അതായത് ഈഗോവിന് കള്ളു കൊടുത്തുകൊണ്ടാണ് നമ്മൾ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കുന്നത് ഒരാളെ. അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു മൂവ്മെന്റ് നടക്കില്ല. അസൂയ എന്ന് പറയുന്ന ഒരു കാര്യം എടുത്തു കളഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ചോദിച്ചിട്ട് പറയൂ, എന്തെങ്കിലുമൊക്കെ ബിസിനസ് നിങ്ങൾക്ക് ലോകത്തിൽ നടക്കുമോ? നടക്കുമോ? എന്തെങ്കിലും ബിസിനസ് നടക്കുമോ? അസൂയ എടുത്തു കളഞ്ഞാൽ ലോകത്തിലെ ആരെങ്കിലും സ്കൂളിൽ ശരിക്കും പഠിക്കുമോ? ഒളിമ്പിക്സ് നടക്കുമോ? ക്രിക്കറ്റ് നടക്കുമോ? ഫുട്ബോൾ നടക്കുമോ? യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമോ? ഈ ലോകത്തിൽ കാണുന്ന കലകളൊക്കെ നടക്കുമോ? നമ്മൾ അപ്പൊ പറയും, അപ്പൊ അസൂയ വേണ്ടതല്ലേ സ്വാമി? അസൂയയില്ലെങ്കിൽ സംഗീത എന്താ കല, എന്താ തിലകം അല്ലെ, കലാപ്രതിഭയാവാൻ പറ്റുമെന്ന്. അസൂയയില്ലെങ്കിൽ കലാപ്രതിഭയാവാൻ പറ്റില്ല. അസൂയ ഉണ്ടെങ്കിൽ ത്യാഗരാജസ്വാമികളാവാൻ പറ്റില്ല. അതാണ് വ്യത്യാസം. അസൂയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കലാപ്രതിഭയാവാം, പക്ഷെ അസൂയ ഇല്ലെങ്കിൽ ത്യാഗരാജസ്വാമികളാവാം. നമുക്ക് കലാപ്രതിഭയാണ് ആവേണ്ടത് എന്നുള്ളത് കൊണ്ട് നമ്മൾ അസൂയയെ സ്വീകരിക്കുകയും അനസൂയയെ തള്ളിക്കളയുകയും ചെയ്യണം. അനസൂയ ആരുടെ പത്നിയാണ്? അത്രി മഹർഷി അനസൂയ അല്ലെ? ആ മഹർഷിയുടെ പത്നി എന്ന് വെച്ചാൽ ആ വിദ്യ, അനസൂയ എന്ന് പറയുന്ന വിദ്യയെ സ്വീകരിച്ചുകൊണ്ടാണ് അത്ര ഋഷി വാഴുന്നത്. എന്നുവെച്ചാൽ ഞാൻ ഇനി ഒരു കോമ്പറ്റീഷനും ഇല്ല, ഒന്നിനുമില്ല അല്ലെ. ഇപ്പൊ ടി വിയിലൊക്കെ നോക്കൂ, കുട്ടികളൊക്കെ തന്നെ അസൂയ പിടിപ്പിച്ച് ആരൊക്കെ പറയണ കേട്ടു, കുട്ടികളൊക്കെ സൂയിസൈഡ് ചെയ്യാണെന്നാണ്. ടെൻഷൻ, BP ഒക്കെ ഉണ്ടാക്കാണ്. സ്വാർത്ഥ ബിസിനസ്സിന് വേണ്ടിയിട്ട് ആളുകളിൽ അസൂയ ഉണ്ടാക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കൊക്കെ തന്നെ അവർക്കും വിവരമൊന്നുമില്ല, കുട്ടികൾക്ക് ഏതെങ്കിലും ഒന്നിൽ പോയി മുമ്പിൽ നിന്നിട്ട് ഫസ്റ്റ് ആവണം. ഒരു ദിവസം വീട്ടില് ടിവിയില് സന്ധ്യാവന്തനൊക്കെ കഴിഞ്ഞ് കയറി വരുമ്പോ കാണുകയാണ് ടിവിയിൽ ചെറിയ കുട്ടികളെ വെച്ചുകൊണ്ട് സിനിമാ പാട്ടും ഡാൻസുമാണ്. എനിക്ക് വല്ലാതെ ആ സമയത്ത് വല്ലാതെ വിഷമം തോന്നി. കൊച്ചു കുട്ടികളെ സിനിമയിലുള്ള പോലെ ഡാൻസ് കളിപ്പിക്കും, പാട്ട് പാടിപ്പിക്കും. ഇതിനൊക്കെ ഈ അച്ഛനും അമ്മയൊക്കെ എന്തിനാ വഴങ്ങിക്കൊടുക്കണത്? ഈ ടിവിക്കാരൻ നടത്തണവർ പോട്ടെ, അവർക്കൊരു സംസ്കാരവുമില്ല, ഒരു ലക്ഷ്യവുമില്ല, ഒരു ഉദ്ദേശവുമില്ല, വെറും വ്യാപാരമല്ലാതെ വേറൊരു ഉദ്ദേശമില്ല. ഇതെന്തിനാ ചെയ്യണത്? ഈ അച്ഛനും അമ്മ എന്തിനാ ഈ കുട്ടികളെങ്ങനെ വഴങ്ങിക്കൊടുക്കണമെന്ന് വെച്ചാൽ അത്രയും വിവരമില്ലാതെ നാണമില്ലാതായി കഴിഞ്ഞിരിക്കണമെന്നർത്ഥം, ലജ്ജയില്ലാതായി കഴിഞ്ഞിരിക്കണമെന്നർത്ഥം. നമ്മൾ പറയേണ്ട വിഷയമല്ല, എന്നാലും പറയാം. അങ്ങനെയാണ് ലോകത്തിൽ ഒരു വശത്തുള്ള കാര്യങ്ങൾ. അസൂയ എടുത്തു കളഞ്ഞാൽ ലൗകിക ജീവിതത്തിൽ നിങ്ങൾ പറയുന്ന അച്ചീവ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല.
അറ്റൈൻമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല, സക്സസ് ഒന്നും ഉണ്ടാവില്ല. സോ ദ ഹോൾ എൻറ്റയർ gamut of modern civilization is built upon jealousy or competition or greed. ഇതൊക്കെ ഒന്ന് തന്നെ, ഒന്നിന്റെ തന്നെ പല പേരുകളാണ്. അതാണ് അതിന് കല്ല്. ആ കല്ല് ഉപയോഗിച്ചാണ് ഓരോ കല്ലും അസൂയയാണ്, ആഗ്രഹമാണ്. അതുകൊണ്ടാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ പാടിയാലും നമ്മളെ ഹൃദയത്തിലൊന്നും സ്പർശിക്കണേയില്ല. അങ്ങനെയുള്ളവരുടെ അച്ചീവ്മെന്റ്സ് ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല, മണലിൽ കെട്ടിയ കൊട്ടാരം പോലെ. ഇവിടെ ഭഗവാൻ പറഞ്ഞു, അസൂയയില്ലാത്തത് കൊണ്ട് നിനക്ക് ഈ വിദ്യ പറഞ്ഞു തരാം. അതായത് ഈ വിദ്യ കേൾക്കാൻ വരുമ്പോ തന്നെ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താന്ന് വെച്ചാൽ, ഞാൻ ആരെയും കടത്താൻ ആഗ്രഹിക്കണില്ല, ഞാൻ ലോകത്തിൽ ഒന്നും ആവാൻ ആഗ്രഹിക്കണില്ല. നിങ്ങൾക്ക് സന്യാസം എന്ന് വെച്ചാൽ ഇതാണ്. നിങ്ങളൊക്കെ സന്യാസികളായാലേ ഗീത കേൾക്കാനോ വേദാന്തം കേൾക്കാനോ യോഗ്യരാവുള്ളൂ. പക്ഷെ സന്യാസത്തിന്റെ ലക്ഷണം എന്താന്ന് വെച്ചാൽ, എനിക്ക് യാതൊന്നും ആകണ്ട, എനിക്ക് യാതൊന്നും നേടിയെടുക്കണ്ട, എനിക്ക് ഒന്നും ബാഹ്യമായ അച്ചീവ്മെന്റ്സോ സക്സസ്സോ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ ആഗ്രഹിക്കുന്നവൻ കാഷായം ഉടുത്തുകൊണ്ട് പേര് മാറ്റിക്കൊണ്ട് അയാളെ ചെയ്താൽ അയാൾ സന്യാസിയൊന്നും ആവില്ല. ജ്ഞാനം സന്യാസലക്ഷണം എന്ന് ആചാര്യസ്വാമികൾ ഭാഷ്യം തുടങ്ങുമ്പോൾ പറഞ്ഞു. ജ്ഞാനത്തിന്റെ ലക്ഷണം സന്യാസമാണെന്നും സന്യാസത്തിന്റെ ലക്ഷണം ജ്ഞാനമാണെന്നും രണ്ടർത്ഥം അതിനുണ്ട്. ആത്മജ്ഞാനി സന്യാസിയാവും. സന്യാസി എന്ന് വെച്ചാൽ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാം അയാളൊന്ന് വീണു പോകും. നിങ്ങൾക്ക് ശാന്തിക്ക് നിങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റ് ആയാലേ കിട്ടുള്ളൂ എന്നുണ്ടോ? നിങ്ങൾക്ക് സമാധാനത്തിന് നിങ്ങൾ പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററോ അല്ലെങ്കിൽ MP യോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ ആയാലേ കിട്ടുള്ളൂ എന്നുണ്ടോ? നിങ്ങൾ ഇരിക്കണ പോലെ ഇരുന്നാ പോരെ? നിങ്ങൾ എന്തെങ്കിലും ആയിട്ട് ആരെ ബോധിപ്പിക്കാനാണ്? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നേടിയെടുത്തിട്ട് ആരെ ബോധിപ്പിച്ച് ആരുടെ അടുത്ത് നിന്ന് റെക്കഗ്നിഷൻ കിട്ടാനാണ്? ആരുടെ സർട്ടിഫിക്കറ്റ് കിട്ടാനാണ്? അപ്പൊ ഈ ആഗ്രഹങ്ങളൊക്കെ വിട്ടുപോയാൽ, ഒരാളെ കണ്ടും അയാളെ പോലെ ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, ഐഡിയൽ എന്ന് പറയുന്നുണ്ടല്ലോ, ഐഡിയലും അസൂയാണ്. ഇതൊക്കെ ഹൃദയഗ്രന്ഥിയാണ്. ഹൃദയഗ്രന്ഥി ഭിദ്യതേ ഹൃദയഗ്രന്ഥി എന്ന് ശ്രുതി പറയുമ്പോ ഇത് ഓരോന്നും ഹൃദയഗ്രന്ഥിയാണ്. ഒരു ആളെ കണ്ടിട്ട് അയാളെ പോലെ ആവണം ധരിച്ച ഹൃദയഗ്രന്ഥിയാണ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഒരിക്കലും ഒരാള് ഈശ്വരന്റെ സൃഷ്ടിയിലെല്ലാം യൂണിക്കാണ്. അതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ പേര്. ഈശ്വരൻ ഒന്നിനെ പോലെ സൃഷ്ടിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വേറെ ഒരാളെ പോലെ ആവാൻ പറ്റില്ല. ആയ പോലെ നടിക്കാം. ആ നടിക്കുന്നതുണ്ടല്ലോ, നിങ്ങളുടെ സ്വത്വത്തിനെ പിടിച്ച് സപ്രസ് ചെയ്യണത് കൊണ്ട് അതൊരു ഹൃദയഗ്രന്ഥിയാണ്. അതുകൊണ്ട് ഐഡിയൽ എടുത്തു കളഞ്ഞു. ഇപ്പോ ആകെപ്പാടെ നിൽക്കണ പലക മുഴുവൻ വലിച്ചാൽ സ്പേസിൽ നിൽക്കും. അതല്ല, പലക മുഴുവൻ എടുത്താൽ അറിയാം നമുക്ക് നിൽക്കാൻ ഈ പലകയൊന്നും ആവശ്യമില്ല എന്ന്. അപ്പൊ നിങ്ങൾക്കറിയും. എല്ലാ പലകയും ഊരിക്കളഞ്ഞാൽ അറിയാം പലകയാണ് എന്റെ മേലെ നിൽക്കുന്നത്, ഞാൻ പലകയിലല്ല എന്ന് പറയും. പലകയൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു സപ്പോർട്ടും ആവശ്യമില്ല. നിങ്ങൾക്ക് ഒന്നിന്റെയും ഒരു ഉപാധിയുടെയും ഒന്നിന്റെയും സപ്പോർട്ട് കൂടാതെ തന്നെ നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങൾ സ്വയമേവ മൂലസ്തംഭമാണ്. ഒരാള് സിനിമയിലെ കാലും കൈയും വയ്യാത്തവനെ പോലെ നടിച്ചിട്ട് സിനിമ നടിക്കണത് കഴിഞ്ഞിട്ട് അയാൾ അതുപോലെ നടന്ന അല്ലേ? അതുപോലെയാണ് നമ്മൾ പലതും നടിച്ച് അതൊക്കെ ഐഡന്റിഫിക്കേഷൻ ആയിരിക്കണം. അതൊക്കെ എടുത്തു കളയാണ്. അപ്പൊ പുറമേ നിന്നുള്ള ആശ്രയങ്ങളെ എടുത്തു കളയാണ് വിദ്യയുടെ സ്വഭാവം. നിങ്ങൾക്ക് പുറമേ നിന്നൊന്നും വേണ്ട. അപ്പൊ അർജുനനോട് ഭഗവാൻ പറഞ്ഞു അനസൂയു എന്ന് വിളിച്ചു അർജുനനെ. അസൂയയില്ലാത്തവൻ. അസൂയയുടെ സ്വഭാവം എന്താന്ന് വെച്ചാൽ, രണ്ടാമതൊരു വസ്തു ഉണ്ടെങ്കിലല്ലേ അസൂയപ്പെടാൻ പറ്റുള്ളൂ, അല്ലേ?
കാമം രണ്ടാമതൊരു വസ്തു വേണം, അസൂയ രണ്ടാമതൊരു വസ്തു വേണം, ദ്വേഷം രണ്ടാമതൊരു വസ്തു വേണം. നിങ്ങൾ രണ്ടാമതിനെ അംഗീകരിക്കുമ്പോൾ തന്നെ ഒന്നാമതിനെ അംഗീകരിച്ചു കഴിഞ്ഞു. ഒന്നാമതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ തന്നെ അഹങ്കാരം വന്നു. ദ്വൈതത്തിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അഖണ്ഡതയേ ഉള്ളൂ. അപ്പൊ അസൂയ ഇല്ലാത്തത് കൊണ്ട് ഉപദേശിക്കണമെന്ന് അർജുനനോട് പറയാൻ കാരണം ഈ വിദ്യയ്ക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ പ്യുവർ ഇന്റലിജൻസ് ആണ്, ശുദ്ധമായ പ്രജ്ഞ. ആ പ്രജ്ഞയുടെ ലക്ഷണമോ അത് ആത്മനിഷ്ഠമാണ്, തന്നെ നോക്കുകയാണ്. കണ്ണാടിയില് നമ്മൾ നോക്കുമ്പോ നമ്മളുടെ മുഖമാണ് നമ്മൾ നോക്കണം, അല്ലേ? കണ്ണാടി രണ്ടു വിധത്തിലും നോക്കും. നമ്മളുടെ മുഖത്ത് ചളിയായിട്ടെങ്കിൽ തുടയ്ക്കണം, അല്ലാതെ കണ്ണാടി നോക്കിയിട്ട് ഞാൻ വേറെ ആരെയോ പോലെ ഉണ്ടോ എന്ന് ഇമാജിൻ ചെയ്യാം. അങ്ങനെയും നോക്കും കണ്ണാടി. പലരും അങ്ങനെയാണ് കണ്ണാടി നോക്കുക, അവരെ പോലെ ഉണ്ടോ നോക്കിയിട്ട്. അത് അസൂയാണ്. ശുദ്ധമായി നമ്മളുടെ മുഖം മാത്രം കണ്ണാടിയിൽ കാണുന്ന പോലെ. ഈ ഗീത കാണണമെങ്കിൽ ഗീതയും എന്റെ ഇന്റലിജൻസും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിന്റെ നടുവിൽ ഫിലിം ഒന്നും ഉണ്ടാവാൻ പാടില്ല. എനിക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് വേറെ ഒരു നേട്ടമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഈ പഠിക്കണത് കൊണ്ട് ഇതെനിക്ക് ബിസിനസ് മാനേജറിന് പ്രയോജനപ്പെടുവോ? നീ എഴുന്നേറ്റ് പുറത്തു പോ. ഇതെനിക്ക് സൗന്ദര്യം കൂട്ടുമോ? ശങ്കരാചാര്യർ ചോദിക്കുന്നുണ്ട്, ഗീത പഠിക്കുന്നതിന് മുമ്പ് 56 വയസ്സായ ആൾക്ക് ഗീത പഠിച്ചതുകൊണ്ട് 25 വയസ്സൊന്നും ആവില്ലല്ലോ. അതേപോലെ തന്നെ ഈ വിദ്യ ഉപാധിയിൽ ഒന്നിനെയും മാറ്റിമറിക്കാനുള്ളതല്ല, ഉള്ളതിനെ പ്രകാശിപ്പിക്കാനുള്ളതാണ്. അപ്പോ ഇതം തുതേ ഗുഹ്യതമം പ്രവക്ഷ്യാമി. ഭഗവാൻ പറയുന്നത് പ്രവക്ഷ്യാമി, പ്രകർഷേണ വക്ഷ്യാമി എന്ന് വെച്ചാൽ ഐ ആം ഡയറക്ട്ലി ട്രാൻസ്ഫറിംഗ് ദിസ് നോളേജ് ഫ്രം മൈ ഹാർട്ട് ടു യുവർ ഹാർട്ട്. ഇറ്റ് ഈസ് നോട്ട് ഫ്രം മൈ ബ്രെയിൻ ടു യുവർ ബ്രെയിൻ. ഇതിനെന്താ പ്രമാണം എന്ന് വെച്ചാൽ ഭഗവാൻ തന്നെ പ്രമാണം. ആർക്ക് അസൂയയില്ലയോ അവൻ ഭക്തനാണ്. തേഷാമേവ അനുകമ്പാർത്ഥമഹം അജ്ഞാനജം തമഹ നാശയാമി ആത്മഭാവസ്ഥ ജ്ഞാനദീപേന ഭാസ്വത എന്ന് ഭഗവാൻ തന്നെ പറയണ്ട. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് തന്നെ ഞാൻ പുറമേ നിന്നും ഗുരുവായിട്ട് ഉപദേശിക്കുകയും അകമേ അന്തര്യാമി രൂപേണ ഉള്ളിൽ പുറമേ ഒരു എക്സ്റ്റേണൽ വർക്ക്, ബഹിരംഗ പ്രവൃത്തി, അതാണ് ഗുരു. അകമേ അന്തര്യാമിയായിട്ട്, ആ അന്തര്യാമിയാണല്ലോ ഗുരുവിനെ സ്വീകരിക്കാൻ വെക്കണത്, അല്ലേ? അല്ലെങ്കിൽ ഗുരുവിനെ നമ്മൾ തന്നെയല്ലേ സെലക്ട് ചെയ്യണത്? ഗുരുവാണോ? നോക്കൂ, ഗുരു സെലക്ട് ചെയ്തു, ഗുരു അട്രാക്ട് ചെയ്തു എന്നോ ഗുരുവിന്റെ അറിവ് നമ്മൾക്ക് അപ്പീലായി എന്നൊക്കെ നമ്മൾ പറയുന്നു. എല്ലാവർക്കും അപ്പീലാവണില്ലല്ലോ. അപ്പൊ നമ്മളുടെ ഉള്ളിൽ എന്തോ ഒരു റിസൊണൻസ്, അതിനനുസരിച്ചിട്ടുള്ള ഒരു വൈബ്രേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനടുത്ത് പോയി പറ്റിപ്പിടിച്ചത്. അപ്പോ വാസ്തവത്തില് ഈ ഘടന ഉണ്ടാക്കാനുള്ള ഇൻസ്ട്രുമെന്റ് നമ്മളുടെ ഉള്ളിലുണ്ട്. അപ്പോ ഭഗവാൻ പറയണത് ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്മിഷൻ നടത്തുകയാണ്. ആ ട്രാൻസ്മിഷൻ ബ്രേക്ക് ആവും എപ്പോന്ന് വെച്ചാൽ നിനക്ക് അസൂയുണ്ടെങ്കിൽ. കേൾക്കാനിരിക്കുമ്പോ നിങ്ങളുടെ ഉള്ളിൽ മുൻവിധി, പ്രിജുഡിസ്, ബയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുകയില്ല. ഇയാൾ പറഞ്ഞാലൊന്നും ഞാൻ കേൾക്കില്ല. പലവിധ പ്രിജുഡിസ് ഉണ്ടാവും. ശരിക്കും ചിലർക്ക് പല പ്രിജുഡിസ് ഉണ്ടാവും. എന്തൊക്കെ പ്രിജുഡിസ് ഉണ്ടാവാന്ന് വെച്ചാൽ, ഗുരു എന്റെ ജാതിയിൽപ്പെട്ട ആളായിരിക്കണം അങ്ങനെ വിചാരിക്കും. ഗുരു സന്യാസിയായിരിക്കണം എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഗുരു ഗൃഹസ്ഥനായിരിക്കണം എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഗുരു സർവസംഘ പരിത്യാഗിയായിട്ട് എനിക്ക് ബോധ്യമാവണം. എന്തെങ്കിലുമൊക്കെ മുൻവിധി ഉണ്ടാവും. അന്തര്യാമിയായ ഭഗവാൻ കരുണയുള്ളതുകൊണ്ട് ചിലരുടെ കാര്യത്തിൽ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് പുറത്തൊരു രൂപത്തിൽ വരും എന്നാണ്.
ആനന്ദാശ്രമത്തില് ഒരു അമ്മ ഉണ്ടായിരുന്നു, കൃഷ്ണാബായി. ആ അമ്മ പറഞ്ഞു, സ്വാമി രാമദാസിനെ കാണുന്നതിന് മുമ്പ് അവര് വിധവയായിട്ട് ഭർത്താവ് മരിച്ച ശേഷം വളരെ വൈരാഗ്യത്തോടുകൂടെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, പല മഹാത്മാക്കളെയും കണ്ടിട്ടുണ്ട്. അവസാനം സ്വാമി രാമദാസിനെ കാണുമ്പോഴാണ് തന്റെ ഗുരുവിനെ കണ്ട ഒരു തൃപ്തിയൊക്കെ വന്നത്. അപ്പൊ അമ്മയുടെ അടുത്തൊരു ഭക്തൻ ചോദിച്ചു, ഇതിനു മുമ്പ് കണ്ട പലരും ജ്ഞാനികളായിരുന്നു, മഹാത്മാക്കളായിരുന്നല്ലോ, അവിടെയൊക്കെ എന്തേ തൃപ്തി വരാത്തതെന്ന് ചോദിച്ചപ്പോ അമ്മ പറയണു, അത് ഞാൻ തന്നെ എന്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്. പക്ഷെ എനിക്ക് അത് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ, എന്റെ ഉള്ളിൽ ഒരു മുൻവിധി ഉണ്ടായിരുന്നു. അജ്ഞാനദശയിൽ എന്റെ ഉള്ളിൽ ഒരു പ്രിഫറൻസ് ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ, ഗുരു ഈ ഗൗഡസാരസ്വത് കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളായിരിക്കണം, ഗുരു ജ്ഞാനിയായിരിക്കണം, ഗുരു ഗൃഹസ്ഥനായിട്ട് ഇരുന്ന് പുറത്തു വന്ന ആളായിരിക്കണം, കല്യാണം കഴിക്കാതെ ഇരിക്കുന്ന സന്യാസിയായിരിക്കാനും പാടില്ല, കല്യാണം കഴിച്ച് ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ ഇരിക്കുന്ന ആളാവാനും പാടില്ല, അതിന്റെ ഉള്ളിലിരുന്ന് ആ വിഷമങ്ങളൊക്കെ അറിഞ്ഞു പുറത്തു വന്ന ആളായിരിക്കണം. ഇത്രയൊക്കെ കണ്ടീഷൻ എന്റെ ഉള്ളിൽ എനിക്ക് പോലും അറിയാതെ കിടപ്പുണ്ടായിരുന്നു. അത്രയും സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് ഈ സ്വാമിയുടെ രൂപത്തിൽ വന്നത്. എന്നുവെച്ചാൽ മുക്തിക്ക് സമയമാവുമ്പോ ഭഗവാൻ നമ്മൾ ആശിക്കുന്ന ഒരു വേഷം കെട്ടിക്കൊണ്ട് നമ്മളുടെ മുമ്പിൽ വരികയാണ്. പക്ഷെ ആ വെളിയിൽ വരുന്നതിന്റെ പർപ്പസ് എന്താന്ന് വെച്ചാൽ, ഈ ക്വാളിറ്റീസ് ഒന്നും, എല്ലാ ക്വാളിറ്റീസും എടുത്തു കളഞ്ഞ് നിർവിശേഷമായ ചൈതന്യത്തിനെ നമ്മളുടെ ഉള്ളില് കാണിച്ചു തരാനാണ്. ഈ ക്വാളിറ്റീസ് ഒക്കെ ധർമ്മങ്ങളാണല്ലോ. ഈ ധർമ്മങ്ങളൊന്നുമില്ലാതെ നിർവിശേഷമായ ചൈതന്യത്തിനെ അകമേക്ക് കാണിച്ചു തരാനാണ്, പുറമേക്ക് നമ്മള് പ്രതീക്ഷിക്കണം നമ്മളുടെ ഇതൊക്കെ കൂടിയിട്ട് ഒരു രൂപത്തിൽ വരുന്നത്. അങ്ങനെയൊക്കെ വന്ന് നമുക്ക് എന്താ ചെയ്യണത്? ജ്ഞാനം വിജ്ഞാനസഹിതം. ഭഗവാൻ പറഞ്ഞത്, നിനക്ക് അറിവ് ഞാൻ തരികയാണ്. പക്ഷെ അറിവ് എന്ന് വെച്ചാൽ വേൾഡ്ലി നോളജ് പോലെയല്ല. ഒരറിവ് തരുമ്പോ ആ അറിവ് ഒരു ചിത്തവൃത്തി മാത്രമാണ്, അതൊരു ഭാനമല്ല. ഇപ്പൊ കമ്പ്യൂട്ടർ എന്ന് ഞാൻ പറഞ്ഞാൽ, കമ്പ്യൂട്ടർ എന്നൊരു വാക്ക് മാത്രമാണ്. നിങ്ങൾ പോയി കമ്പ്യൂട്ടർ കാണണം, അപ്പോഴും കമ്പ്യൂട്ടറിന്റെ പുറത്ത് മാത്രമേ നിങ്ങൾ കാണുള്ളൂ. പിന്നെയും കമ്പ്യൂട്ടർ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അതിന്റെ ഉള്ളിൽ പോയിട്ട് അതിനെയൊക്കെ പഠിക്കണം. അങ്ങനെ എത്ര പഠിച്ചാലും നിങ്ങളുടെ അറിവ് ലിമിറ്റഡ് ആയിട്ടിരിക്കും. കാരണം നിങ്ങൾ പഠിച്ചൊക്കെ കഴിയുമ്പോഴേക്കും പുതിയൊരു കമ്പ്യൂട്ടർ ആരെങ്കിലും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടുവരും, അല്ലേ? അങ്ങനെയാണ് എല്ലാ അറിവും. അപ്പോ നിങ്ങൾ എന്തൊക്കെ പഠിച്ചാലും ആ പഠിപ്പ് ചിത്തവൃത്തി രൂപത്തിലാണ്, അതുകൊണ്ട് ഏർപ്പെടുന്ന അറിവും ലിമിറ്റഡ് ആണ്. പക്ഷേ ഇവിടെ ഭഗവാൻ പറഞ്ഞ വിജ്ഞാനസഹിതം. ഈ ജ്ഞാനം നീ സ്വീകരിക്കുമ്പോ തന്നെ ഈ ജ്ഞാനം ആകാശകൽപ്പജ്ഞാനമാണെന്നാണ്. എന്നുവെച്ചാൽ അറിയുന്ന ആള്, അറിയപ്പെടുന്ന വസ്തു, അറിവ്, ഈ മൂന്നും പരിച്ഛിന്നമായിട്ടുള്ള രൂപത്തോടു കൂടിയതാണ് ലോകത്തില്. ഞാനിപ്പോ ഈ തൂണ് കാണുകയാണെങ്കിൽ എന്റെ കണ്ണ് ആ തൂണിന്റെ രൂപം ഗ്രഹിക്കുകയും എന്റെ മനസ്സില് ആ തൂണിന്റെ പിക്ചർ വരികയും ഇത് തൂണ് എന്നൊരു പേരുണ്ടാവുകയും ചെയ്യാണ്. നേരെ മറിച്ച് ബ്രഹ്മത്തിനെ അറിയുന്നവന് അപ്പൊ മനസ്സ് തന്നെ തൂണിന്റെ ആകാരം കൊണ്ടു, അല്ലേ? ബ്രഹ്മത്തിനെ അറിയുന്ന മനസ്സ് അപ്പൊ ഏത് രൂപത്തിലായിരിക്കണം? ബ്രഹ്മാകാരമായിരിക്കണം. ബ്രഹ്മാകാരം എന്ന് വെച്ചാൽ ബ്രഹ്മത്തിന് ലിമിറ്റേഷൻ ഉണ്ടോ? ഇല്ല, ലിമിറ്റ്ലെസ് ആണ്, അപരിച്ഛിന്നമാണ്. അപ്പൊ മനസ്സ് അപരിച്ഛിന്നമായി, അറിയപ്പെടുന്ന വസ്തു അപരിച്ഛിന്നമാണ്. അപ്പൊ അറിയുന്നവൻ പരിച്ഛിന്നമായിട്ടിരിക്കാൻ പറ്റുമോ? അറിയുന്നവനും അപരിച്ഛിന്നമാണ്. ജ്ഞാനേന ആകാശകൽപ്പേന യോ ധർമാന് ഗഗനോപമാന് ജ്ഞേയാഭിന്നേന സംബുദ്ധ തം വന്ദേ ദ്വിപദാം വരം. അറിയപ്പെടുന്ന വസ്തു ആകാശം പോലെയാണ്, അറിവ് ആകാശം പോലെയാണ്, അറിയണവൻ ആകാശം പോലെയാണ്. അതിനാണ് നിർവികൽപ്പജ്ഞാനം എന്ന് പറഞ്ഞത്. അപ്പ അപ്പൊ അങ്ങനെയുള്ള ഒരു അറിവ് ഭഗവാൻ പറയണത് വെർബൽ ടീച്ചിങ്ങോടൊപ്പം തന്നെ ആ വെർബൽ ടീച്ചിങ് ഉള്ളിൽ പോയിട്ട്, ആ വാക്ക് ഉള്ളിൽ പോയിട്ട്, ഇപ്പൊ ഒരു വെണ്ണ വായിലിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ഉരുകി ഉള്ളിൽ പോണ പോലെ
ഈ അറിവ് അകത്ത് ചെന്നിട്ട് അതിന്റെ വാച്യാർത്ഥം മറഞ്ഞു പോവുകയും അഖണ്ഡാകാരമായ പ്രജ്ഞ അവശേഷിക്കുകയും ചെയ്യും. അറിവ്, സാധാരണ അറിവ് ചിത്തവൃത്തി രൂപത്തിൽ ഉള്ളിൽ പോയി ചിത്തവൃത്തി രൂപത്തിൽ തന്നെ നിൽക്കണു. പക്ഷെ ഈ അറിവ് വൃത്തിയുടെ രൂപത്തിൽ ഉള്ളിൽ പോയിട്ട് അഖണ്ഡാകാരമായിട്ട് നിൽക്കണു. അത് അനുഭവൈക വേദ്യമായ വിഷയമാണ്. എന്നുവെച്ചാൽ വൃത്തിയുടെ രൂപത്തിൽ ഉള്ളിൽ പോണു, അഖണ്ഡാകാരമായിട്ട് നിൽക്കും. വാക്കിറந்து നിറയുந்து നിன்றതോർ വാക്കിയ പൊരുൾ. ഒരു തമിഴ് ഗ്രന്ഥത്തിലുള്ള ഒരു വാക്കാണ്. ഗുരു ഉപദേശിച്ചു അത്രേ. ഉപദേശിച്ചപ്പോ ആ വാക്ക് ആണ് കേട്ടത്. அந்த வாக்கு காதுல விழறது, உள்ள போனா குடம் அப்படின்னாக்க குடம் உள்ள வரும் இல்லையா? ஆனா இங்க பிரம்மோபதேசம் குரு பண்ற போது அந்த வாக்கு அப்படியே காதுக்குள்ளால உள்ள போச்சு. அந்த உள்ள போனது என்னாச்சு? வாக்கு இறந்து, அந்த வாக்கு இறந்து போயிடுதான். വാക്ക് മറഞ്ഞു പോയി എന്നർത്ഥം. വാക്ക് ഇറന്ന് ഇപ്പൊ ഒരു ആ കുടം എന്നുള്ള വാക്ക് പോയാ കുടം എന്നുള്ള പദാർത്ഥം തന്നെ നമ്മളുടെ മനസ്സിൽ നിന്ന് പോയി. പക്ഷേ ഇവിടെ എന്തായെന്ന് വെച്ചാൽ വാക്കിറന്ന് നിറയുந்து നിன்றതോർ വാക്കിയ പൊരുൾ. ആ വാക്ക് പോയപ്പോ ആ വാക്യത്തിന്റെ പൊരുളുണ്ടല്ലോ, അതിന്റെ എസെൻസ് അത് നിറഞ്ഞു നിന്നു എന്നാണ്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഒന്നുമല്ലാതെ അഖണ്ഡാകാരമായി ചൈതന്യൈക സ്വരൂപമായി പ്രകാശിച്ചു നിന്നു. അങ്ങനെ ഒരു സാമർഥ്യമാണ് ഈ ബ്രഹ്മവിദ്യ ഉപദേശിക്കുമ്പോൾ ഉള്ളത്. അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു, യത് ജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്ത്. ഭഗവാൻ പറഞ്ഞു, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അർജുന, അപ്പൊ തന്നെ നിനക്ക് എല്ലാ അശുഭവും അവസാനിക്കും. അശുഭം എന്ന് വെച്ചാൽ എന്താ? ഈ പരിമിതി തന്നെ അശുഭാണ്, ശരീരം തന്നെ അശുഭാണ്. കാരണം എപ്പോഴെങ്കിലുമൊക്കെ മരിച്ചു പോകും. അഹങ്കാരം, ഈ ജീവഭാവം തന്നെ അശുഭാണ്, ലിമിറ്റേഷൻ. ഇത് അറിയുമ്പോ തന്നെ ഈ അശുഭം നിവൃത്തമാവുകയും പരമമായ ശുഭം, ശോഭനം എന്താന്ന് വെച്ചാൽ അദ്വൈത ജ്ഞാനം, ബ്രഹ്മജ്ഞാനം ഹൃദയത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ബ്രഹ്മജ്ഞാനം ഹൃദയത്തിൽ ഉണ്ടാവുമ്പോൾ അജ്ഞാനം പോവുകയും, അജ്ഞാനം പോകുമ്പോൾ സകലവിധമായ ദുഃഖത്തിന്റെയും നിവൃത്തി, അശുഭത്തിന്റെയും നിവൃത്തി ഉണ്ടാവുകയും ചെയ്യും. എപ്പോ? എന്റെ ഉപദേശം കേൾക്കുമ്പോൾ എന്നാണ്. അതാണ് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ ഒരു വൈശിഷ്ട്യം ഉണ്ടോ അർജുന ഈ ഉപദേശത്തിന്? വാക്കിനോടൊപ്പം തന്നെ അനുഭവത്തിനെയും ഞാൻ തനിക്ക് തരികയാണെന്ന്. ജ്ഞാനം വിജ്ഞാനസഹിതം യത് ജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. ആ ക്ഷണത്തില് അശുഭത്തിൽ നിന്നും നീ നിവൃത്തനാവും, ഉപാധികളിൽ നിന്നും നീ നിവൃത്തനാവും, ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും ജീവ അഹന്തയിൽ നിന്നും ഒക്കെ നീ നിവൃത്തനാവും. നീ അഖണ്ഡമായി നിർവാണസ്വരൂപനായി ആത്മസ്വരൂപനായി പ്രകാശിക്കും. യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. അപ്പോ ഇതാണ് ആദ്യത്തെ ശ്ലോകം. തുടർന്നുള്ള ശ്ലോകങ്ങൾ നമ്മൾ കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.